യുദ്ധത്തിന് കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനമുണ്ടാവും. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ തിരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. രണ്ടു വലിയ യാത്രകൾ നടക്കുകയാണ് കേരളത്തിന്റെ വടക്ക് മുതൽ തെക്കോട്ട്. ഒന്ന് വികസന മുന്നേറ്റ ജാഥ, മറ്റൊന്ന് പുതുയുഗ യാത്ര. രണ്ടു യാത്രകളും കേരളത്തിന്റെ രാഷ്ട്രീയ അലയൊലികൾ സൃഷ്ടിക്കുമ്പോൾ മഹാകേരള യുദ്ധത്തിന്റെ കാഹളമാണ്. മാധ്യമങ്ങളിലും ഒപ്പം തന്നെ ജനമനസ്സുകളിലും ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ ചൂടാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടും സ്പന്ദനവും നേരിട്ടറിയാൻ റിപ്പോർട്ടർ ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. അതും റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേയുമായി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങളുടെ റിപ്പോർട്ടർ ഡിജിറ്റൽ വിംഗ് ഒരുക്കുന്ന റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾക്ക് നിങ്ങളുടെ MLA വിലയിരുത്താം, നാടിന്റെ സ്പന്ദനങ്ങൾ അറിയാം, നാടിന്റെ ഭരണകർത്താക്കൾക്ക് മാർക്കിടാൻ ഒരു ജനകീയ വേദി. MLAയുടെ സമഗ്ര പ്രവർത്തനത്തിന് മണ്ഡലത്തിലെ ജനങ്ങൾ നൽകുന്ന റേറ്റിംഗ് എത്ര? അതെ, ഭരണകർത്താക്കളെ വിലയിരുത്താം, നാടിന്റെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാം. യുവർ റേറ്റിംഗ്, യുവർ വോയിസ്. റിപ്പോർട്ട് ഓൺലൈൻ ഇലക്ഷൻ സർവേക്ക് ഞങ്ങൾ തുടക്കമിടുകയാണ്. രാഷ്ട്രീയ കേരളത്തിന്റെ വിധിയെഴുത്തിന് മുൻപ് റിപ്പോർട്ടർ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. റിപ്പോർട്ടർ അവതരിപ്പിക്കുന്നു റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേ 2026. വെൽക്കം. കേരളത്തിന്റെ ജനമനസ്സറിയാൻ റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേ. നിങ്ങളുടെ MLA വിലയിരുത്താൻ, നാടിന്റെ ഭരണകർത്താക്കൾക്ക് മാർക്കിടാൻ ഒരു ജനകീയ വേദി. റിപ്പോർട്ടർ live.com-ലൂടെയും QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾക്ക് സർവേയിൽ പങ്കാളികളാകാം. സർവേ സ്പെഷ്യൽ പേജിൽ നിന്ന് നിങ്ങളുടെ ജില്ലയും മണ്ഡലവും തിരഞ്ഞെടുത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പേജിലേക്ക് പോകാം. MLAയുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്ന ഓരോ ചോദ്യങ്ങൾക്കും 0 മുതൽ 10 വരെ മാർക്കുകൾ നൽകാം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 6 പ്രധാന ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ അവസരമുണ്ട്. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോൺ OTP വെരിഫൈ ചെയ്ത് സർവേ പൂർത്തിയാക്കാം. ഒരു നമ്പറിൽ നിന്ന് ഒരു തവണ മാത്രമേ സർവേയിൽ പങ്കെടുക്കാൻ സാധിക്കൂ. ഓരോ മണ്ഡലത്തിന്റെയും സമഗ്രമായ ചരിത്രവും സർവേ പേജിൽ ലഭ്യമാണ്. സന്ദർശിക്കൂ റിപ്പോർട്ടർ live.com. QR കോഡ് സ്കാൻ ചെയ്ത് ഇപ്പോൾ തന്നെ അഭിപ്രായം രേഖപ്പെടുത്താം. പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി പറയുന്നു, ഇതൊരു ഓൺലൈൻ സർവേ മാത്രമാണ്. റിപ്പോർട്ടർ ഇലക്ഷൻ സർവേക്ക് വേണ്ടി ഒരു ഏജൻസിയെയും ഇപ്പോൾ സമീപിച്ചിട്ടില്ല. ഏജൻസികളുടെ തെറ്റായ കണക്കുകളോ തെറ്റായ രീതിശാസ്ത്രമോ പ്രതിഫലിക്കാതിരിക്കാൻ പരമാവധി സുതാര്യമായിട്ടാണ് ഈ ഇലക്ഷൻ സർവേ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇലക്ഷൻ സർവേ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ഡിജിറ്റൽ വിഭാഗമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഡിജിറ്റൽ വിഭാഗത്തിന്റെ തലവൻ ഷഫീഖ് താമരശ്ശേരി നമുക്കൊപ്പമുണ്ട്. ഒപ്പം ജിമ്മി ജെയിംസ്, എക്സിക്യൂട്ടീവ് സുനിൽ പരുത്തിക്കാട്, MDയും MEയുമായ ആന്റോ അഗസ്റ്റിൻ, ഒപ്പം PR സുനിൽ എന്നിവർ നമുക്കൊപ്പമുണ്ട്. കാര്യങ്ങൾ വിശദമായി തന്നെ പ്രേക്ഷകരോട് പറയാം. ആദ്യം ഞാൻ ഷഫീഖിലേക്ക് വരുന്നു. ഷഫീഖ്, ഈ ഇലക്ഷൻ സർവേ റിപ്പോർട്ടർ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്ന ഓൺലൈൻ ഡിജിറ്റൽ സർവേ ആണ്. പക്ഷേ പ്രേക്ഷകർക്കൊരു സംശയമുണ്ടാവും. സൈബർ പോരാളികൾ കൂടുതലുള്ള നാടാണ്. ഡിജിറ്റൽ സാക്ഷരത പോലെ തന്നെ വളരെ പെട്ടെന്ന് പടയിറങ്ങാം. ആ പടയിറങ്ങി ഒരുമിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വോട്ട് ചെയ്യുന്നത് തടയാൻ എന്തുണ്ട് ഇതിൽ മാർഗം? ഇതിന് കൃത്യമായ ഒരു റെമഡി നമ്മൾ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച് വ്യവസ്ഥയെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരാൾക്ക് ഒരു തവണ മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ. ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് അയാളുടെ പ്രോസസ്സ് പൂർത്തീകരിച്ചതിന് ശേഷം ഒരു OTP അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് വരുന്നുണ്ടാകും. ആ OTP വഴി തൻ്റെ ഐഡൻറ്റിറ്റി സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ കഴിയൂ. ആ വോട്ട് ഒന്നിലേറെ വോട്ട് ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇലക്ഷൻ സർവേ ഏജൻസികളെ ഏൽപ്പിക്കുന്ന സമയത്ത് മുമ്പ് നടന്നിട്ടുള്ള പല സർവേകളുമായി ബന്ധപ്പെട്ട ഏജൻസികളുടെ ഉദ്ദേശശുദ്ധിയൊക്കെ ചോദ്യം ചെയ്യപ്പെട്ട പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. അത്തരം ഒരു ഘട്ടത്തിൽ കുറെ കൂടെ ട്രാൻസ്പെറൻ്റ് ആയി ജനങ്ങൾക്ക് തന്നെ നേരിട്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധ്യത എങ്ങനെ തേടാം എന്നുള്ളൊരു അന്വേഷണത്തിലാണ് സാങ്കേതികമായി ഒരു വലിയ ദീർഘകാലത്തെ തയ്യാറെടുപ്പിന്റെ ഭാഗമായി നമ്മൾ ഇത്തരത്തിലുള്ളൊരു സർവേ നമ്മൾ ക്രമീകരിച്ചെടുത്തിരിക്കുന്നത്. ഓക്കെ ജിബി, ഈ സെഫോളജി എന്നുള്ളത്, തിരഞ്ഞെടുപ്പ് പഠനം എന്നുള്ളത് അക്കാദമികമായ ഒരു എക്സസൈസ് ആയിരുന്നത് പിന്നീട് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. നമ്മൾ അമേരിക്കയിലൊക്കെ ഈ ഗാലപ്പ് പോളിനെ കുറിച്ച് പറയുന്നു. അവിടെയാണല്ലോ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് പഠനങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ ശാസ്ത്രശാഖ തന്നെ ഉണ്ടാകുന്നത്. പിന്നീട് നമ്മളത് വ്യാപകമായി കാണുന്നു. ഇപ്പോൾ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ പക്ഷം പിടിക്കാതെ യാതൊരു അജണ്ടയും ഇല്ലാതെ നേരിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. സാമ്പിൾ സൈസാണ് ഇതിൻ്റെ പ്രത്യേകത. പരമാവധി ആളുകൾക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ അവരെ നിർബന്ധിക്കുന്നു. ഓരോ മണ്ഡലത്തിലും എത്രയോ ആളുകൾക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം എന്ന് വെച്ചാൽ സാമ്പിൾ സൈസ് ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും വലുതായിരിക്കാനുള്ള എല്ലാ സാധ്യതയും അൺലിമിറ്റഡ് ആണ്. 140 മണ്ഡലങ്ങളിൽ
പരമാവധി ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ, പരമാവധി വോട്ടുകൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ വലിയൊരു സാമ്പിൾ സൈസിൽ നിന്ന് നമുക്ക് കൃത്യമായി ചിലപ്പോൾ ഫലം പ്രവചിക്കാൻ കഴിയും. ഓക്കെ, സ്മൃതി, അപ്പോഴും ഇതൊരു റാൻഡം സാമ്പിൾ ആണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, തിരഞ്ഞെടുപ്പ് പഠനത്തിന്റെ രീതി അനുസരിച്ച് റാൻഡം സാമ്പിളിങ്ങും സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഏതെങ്കിലും ഒരു പ്രത്യേക സാമ്പിൾ ഫ്രെയിമിലൂടെയല്ല നമ്മൾ പോകുന്നത്. പകരം ഇതൊരു ഓപ്പൺ സർവേ ആയതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരാൾക്ക് ഒരു തവണ മാത്രമേ നിലവിൽ രേഖപ്പെടുത്താൻ കഴിയൂ ഒരു മൊബൈൽ ഫോണിൽ നിന്ന്. അതാണ് ഇതിന്റെ പരിമിതിയും സാധ്യതയും അതാണ്. ഉറപ്പായിട്ടും. പക്ഷേ നമുക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട്. ആ പ്രേക്ഷകരൊക്കെ തന്നെയും വോട്ട് ചെയ്യാൻ വരുമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ പറയുന്ന വലിയ സാമ്പിൾ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓരോരുത്തർക്കും MLA-മാരെ വിലയിരുത്താമെന്നുള്ളതാണ്. അപ്പോൾ പലയിടത്തും രാഷ്ട്രീയ പാർട്ടിക്ക് അതീതമായി തന്നെ MLA-മാർക്കുള്ള സ്വീകാര്യത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളാണ്. അതിനോടുള്ള ഓരോ ജനങ്ങളുടെയും നിലപാടുകൾ, അഭിപ്രായങ്ങൾ കൂടി പ്രതിഫലിക്കുമ്പോൾ അത് കുറച്ചുകൂടി നല്ല സുതാര്യമായ വ്യക്തതയുള്ള ഒരു സർവേ ആകും. ഓക്കെ, ആന്റോ അഗസ്റ്റിൻ, ഇത് ജനങ്ങളുടെ പൾസ് അറിയാൻ നേരിട്ട് നമ്മൾ നടത്തുന്ന ഡിജിറ്റൽ വിഭാഗം നടത്തുന്ന സർവേ ആണ്. മറ്റൊരു ഏജൻസി ഇല്ല, നമ്പർ 1. നമ്പർ 2, ഇതിലേതെങ്കിലും ഒരു പ്രത്യേക ഫിക്സഡ് സാമ്പിൾ വെച്ചുകൊണ്ടല്ല നമ്മൾ ഈ സർവേ നടത്തുന്നത്. ഇപ്പോൾ ഇത് ഓപ്പൺ ആണ്, അൺലിമിറ്റഡ് ആണ്, N നമ്പർ ആണ്. പരമാവധി എത്ര പേരെത്തുന്നോ അത്രയുമാണ് നമ്മുടെ സാമ്പിൾ. ഇതൊരു റാൻഡം സാമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായും ഇതിനകത്ത് എററുകൾ ഉണ്ടാവാം. ഒരാൾക്ക് വേണമെങ്കിൽ 2 നമ്പറുകളിൽ നിന്ന് ഇതിനൊരു അപകട സാധ്യത ഇതാണ്. പക്ഷേ നമ്മൾ പ്രേക്ഷകരോട് പറയുന്നു, പരമാവധി ഒരു മൊബൈൽ ഫോണിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ഇതിൽ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കൂ. OTP വെച്ച് നിയന്ത്രിച്ചിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ വോട്ടിംഗ് റെസ്പോൺസ് എന്നുള്ളത്. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, MLA നിങ്ങൾക്ക് റേറ്റ് ചെയ്യാം. മറ്റൊന്ന്, നിലവിൽ നമ്മുടെ ഭരണകർത്താക്കളെ വിലയിരുത്താം. ഒപ്പം അധികാര തുടർച്ചയുണ്ടാകുമോ, ഭരണമാറ്റം ഉണ്ടാകുമോ എന്നുള്ള വിലയിരുത്തലും അവർക്കാവാം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് ആന്റോ അഗസ്റ്റിൻ? നമ്മൾ സുതാര്യമായ ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഏജൻസികൾ അവരുടേതായ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു വോട്ടിംഗ് രീതികളാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതുപോലെ ഒരു സർവേ, കാരണം ആദ്യമായിട്ടായിരിക്കും ഒരു 140 കേരളത്തിലെ 140 മണ്ഡലങ്ങളെ MLA-മാരെ ജനങ്ങൾക്ക് എന്താണ് കഴിഞ്ഞ 5 വർഷം ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ ഒരു ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം റിപ്പോർട്ടർ TVയുടെ ഡിജിറ്റൽ വിഭാഗം വലിയ രീതിയിൽ അത് മാസങ്ങളോളം എടുത്തിട്ടുള്ള ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ രീതിയിലൊരു സർവേ ആയിട്ട് മുന്നോട്ട്. അപ്പം 100% ഇതിൻ്റെ സർവേ റിസൾട്ട് പുറത്തു വരുന്ന സമയത്ത് കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് എന്താണ് എന്നുള്ള കാര്യം ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാവുന്നതാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്കും അതൊരു, കാരണം അവർക്ക് തന്നെ അറിയാൻ പറ്റും. കാരണം ഒരാളുടെ ഒരു MLA-യുടെ വോട്ട് ഉയർത്താനും താഴ്ത്താനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് അവർക്ക് MLA മോശമാണെങ്കിൽ MLA മോശമാണെന്നാണ് 70% ആൾക്കാരും അഭിപ്രായപ്പെടുന്നെങ്കിൽ അത് MLA മോശമാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. MLA നല്ലതാണ് എന്നുള്ളതാണ് ജനങ്ങളുടെ 70%, അല്ലെങ്കിൽ എത്രയാണോ അത്രയും ജനങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ മണ്ഡലങ്ങളെയും തിരിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് അവർക്ക് തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഒരു റേറ്റിംഗ് എന്താണെന്ന്. അപ്പം ഒരു OTP നിങ്ങൾ നേരത്തെ പറഞ്ഞാലേ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു പ്രാവശ്യം വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു സാമ്പിൾ നടത്തിയ ഒരു ഇലക്ഷൻ അല്ല ഒരു സർവേ ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. എന്താണ് ലിമിറ്റ് ഇല്ലാത്തൊരു സാമ്പിളാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം. ഒരു വലിയ വിജയമാവും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മൾ എന്നിത് അവസാനിക്കും എന്നുള്ളത് നമ്മളിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. കാരണം നോട്ടിഫിക്കേഷൻ എന്ന് വരുന്നോ അതിനു മുൻപ് തന്നെ നമുക്ക് ഇതിൻ്റെ സർവേ ഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കാര്യം നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെ പെരുമാറ്റച്ചട്ടം വരും. പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒപ്പീനിയൻ പോളുകളും പ്രീ പോളുകളും നിരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫിക്കേഷൻ്റെ ഒപ്പം തന്നെ പറയുന്നു എന്നുള്ളതുകൊണ്ട് നോട്ടിഫിക്കേഷന് തൊട്ട് മുമ്പ് നമ്മൾ ഇതിൻ്റെ സർവേ ഫലങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതേസമയം MLA-മാരുടെ റേറ്റിംഗ് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന സമയം മുതൽ നിങ്ങൾക്ക് കാണാം, അല്ലേ? ഉറപ്പായും. അതായത് മണ്ഡലത്തിൽ നിന്ന് നേരിട്ട് അവിടുത്തെ എങ്ങനെയാണോ വോട്ട് ചെയ്യുന്നത് അതുപോലെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓരോ സർവേകളും എടുക്കുമ്പോൾ നമുക്കറിയാം ഓരോ മണ്ഡലത്തിലെ ഒരു സാമ്പിൾ സൈസ് ഇത്ര പേര്, 10,000 പേര് അല്ലെങ്കിൽ 15,000 പേര്. അപ്പോൾ അതിൽ ഒരു പൊതു ട്രെൻഡ് എന്താണ്, അങ്ങനെയാണ് ഒരു സർവേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഓരോ മണ്ഡലത്തിലും ആളുകൾക്ക് കൃത്യമായി വോട്ട് ചെയ്യാം. ഒരാൾ വോട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഒന്ന് വോട്ട് ചെയ്യാം. ഒരു MLA എങ്ങനെയാണ് ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചത്, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പല മേഖലകളിലെ സംഭാവനകൾ സംബന്ധിച്ച് അപ്പോൾ വളരെ കൃത്യമായിരിക്കും. അതെ, നമുക്കിനി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഇതെങ്ങനെയാണ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളതിൻ്റെ മെത്തഡോളജിയാണ് ഇനി നമ്മൾ പറയുന്നത്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതിൽ ഏതൊക്കെ ഉപവിഭാഗങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക, ഇത് ഓൺലൈൻ ഇലക്ഷൻ സർവേ ആണ്. ഓൺലൈൻ ഇലക്ഷൻ സർവേയുമായി ബന്ധപ്പെട്ട് 2 രീതിയിൽ നിങ്ങൾക്ക് വോട്ടിംഗ് രേഖപ്പെടുത്താം. ഒന്ന്, റിപ്പോർട്ടർ TVയുടെ സ്ക്രീനിൽ തെളിയുന്ന സ്കാൻ ഉപയോഗിച്ചുകൊണ്ട് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം. അത് അല്ലെങ്കിൽ റിപ്പോർട്ടറിൻ്റെ വെബ്സൈറ്റിൽ പോയി ആ വെബ്സൈറ്റിൽ നിന്ന് ഇലക്ഷൻ സർവേയുടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത വിൻഡോയിലേക്ക് പോയി അവിടെ നിന്ന് നിങ്ങൾക്ക് സർവേ ഓപ്പൺ ചെയ്യാം. ഒന്നുകിൽ റിപ്പോർട്ടറിൻ്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോവുക,
ഞങ്ങൾ അല്പസമയത്തിനുള്ളിൽ റിപ്പോർട്ടിന്റെ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഈ ചോദ്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാം. ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ചോദ്യത്തിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗം നിങ്ങളുടെ MLA റേറ്റ് ചെയ്യുക എന്നതാണ്. ഒറ്റ ചോദ്യത്തിൽ അവസാനിക്കുന്നില്ല. MLAക്ക് പല ഘട്ടങ്ങളിലുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്ക്രീനിൽ അത് ഓൺലൈനായിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ കാണിച്ചു തരാം. എങ്ങനെയാണ് ഈ ഇലക്ഷൻ സർവേ നടക്കാൻ പോകുന്നത്, കേരളം ആർക്കൊപ്പം MLAക്ക് മാർക്കിടാം എന്നുള്ളതാണ് നമ്മൾ ആ സർവേക്ക് പറഞ്ഞിരിക്കുന്നത്. പ്രേക്ഷകർ ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് വരുമ്പോഴേക്കും ആ വിൻഡോ election.reporterlive.com കേരള-assembly ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോയാൽ കേരളം ആർക്കൊപ്പം MLAക്ക് മാർക്കിടാം എന്നുള്ള പേജ് ഓപ്പൺ ചെയ്തു വരും. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി നിങ്ങൾക്കും പങ്കാളികളാകാം. 140 MLAമാരുടെയും ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 140 MLAമാരുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞതിനു ശേഷമാണ് നിങ്ങളുടെ സർവേ ആരംഭിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ AN ഷംസീറിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്നിരിക്കട്ടെ. AN ഷംസീറിന്റെ മാർക്ക് നിങ്ങൾ ഇടാൻ പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ആദ്യം MLA തിരഞ്ഞെടുക്കുന്നു. MLA തിരഞ്ഞെടുത്തതിനു ശേഷം നിങ്ങൾ പല കാറ്റഗറി ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഷംസീറിനെ നമ്മൾ ഉദാഹരണത്തിന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, സ്പീക്കർ ആയതുകൊണ്ട്. അപ്പോൾ MLA വിലയിരുത്താം. AN ഷംസീർ, നിയമസഭയിലെ AN ഷംസീറിന്റെ പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അതാണ് MLAക്ക് മാർക്കിടുമ്പോഴുള്ള ആദ്യത്തെ ചോദ്യം. നിയമസഭയിൽ എങ്ങനെയാണ്, സ്പീക്കർ എന്ന നിലയിലാണ് ഇപ്പോൾ ഷംസീർ പ്രവർത്തിച്ചത്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം മെമ്പറായിരുന്നു. MP രാജേഷ് ഒഴിയുന്ന വേളയിലാണ് അദ്ദേഹം സ്പീക്കറായിട്ട് എത്തുന്നത്. മാർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ രേഖപ്പെടുത്താം. ഇവിടെ ബട്ടൺ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ അനുസരിച്ച് ഏറ്റവും ലോവസ്റ്റ് മുതൽ നിങ്ങൾക്ക് 10 പോയിന്റുകൾ വരെ നിങ്ങൾക്ക് മാർക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നിലവിൽ നമ്മൾ ഇപ്പോൾ 5 മാർക്കിലേക്ക് ഇവിടെ നിർത്തുന്നു. കാരണം അത് ഒരു ഐഡിയൽ മാർക്ക് ആയതുകൊണ്ട് എൻ്റെ അഭിപ്രായം പോലും നിങ്ങളുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കരുത്. അതുകൊണ്ട് ഇത് 5-ൽ തന്നെ ഞാൻ നിർത്തുന്നു. രണ്ടാമത്തെ ചോദ്യം, വികസന പ്രവർത്തനങ്ങൾ, മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണ്. MLA എന്ന നിലയിൽ അവിടെയും നിങ്ങൾക്ക് ഈ ബട്ടൺ നിങ്ങൾക്ക് പുറകോട്ടും മുൻപോട്ടും ഓടിച്ച് നിങ്ങൾക്ക് മാർക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഒരിക്കൽ അത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞാൽ ഫണ്ട് വിനിയോഗമാണ്. മണ്ഡലത്തിൽ MLA ഫണ്ട് വിനിയോഗിക്കുന്നതിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ MLA എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വാഗ്ദാനങ്ങൾ നിറവേറ്റൽ ആണ് അടുത്ത ചോദ്യം. ഏതൊക്കെ വാഗ്ദാനങ്ങൾ MLA നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകി, അവയിൽ എത്രത്തോളം പാലിക്കപ്പെട്ടു എന്നുള്ളതാണ് ചോദ്യം. മറ്റൊന്ന് ജനകീയത, അതായത് MLA ജനകീയനാണോ നിങ്ങളുടെ മണ്ഡലത്തിൽ, ആക്സസിബിലിറ്റി ഉണ്ടോ MLAക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മണ്ഡലത്തിലെ സാന്നിധ്യം എത്രത്തോളമുണ്ട്, നിങ്ങൾ MLA വോട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം കണ്ടയാളാണോ, അതല്ല ഇടയ്ക്കിടയ്ക്ക് MLA നിങ്ങൾ കാണാറുണ്ടോ, നിങ്ങൾ MLAയുമായിട്ട് സമ്പർക്കം പുലർത്താറുണ്ടോ. MLAയുടെ ഓഫീസിന്റെ പ്രവർത്തനമാണ് അടുത്ത പ്രധാനപ്പെട്ട കാറ്റഗറി, അടുത്ത വേരിയബിൾ. MLAയുടെ ഓഫീസിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, നിങ്ങൾക്ക് ആ MLAയുടെ ഓഫീസിൽ പ്രവർത്തിക്കാൻ പോകുന്നുണ്ടോ, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ, നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഓഫീസിൽ നിന്ന് നിർവഹിച്ച് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് എങ്കിലും ഒരു പ്രതികരണമെങ്കിലും കിട്ടുന്നുണ്ടോ, നിങ്ങളോട് സൗഹൃദപരമാണോ, അതല്ല നിങ്ങളോട് രാഷ്ട്രീയ വിരോധം കാണിക്കുന്നു, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വിലയിരുത്താം. സുതാര്യത, MLAയുടെ പ്രവർത്തനങ്ങൾക്ക് ട്രാൻസ്പെറൻസി ഉണ്ടോ, സുതാര്യതയുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അവിടെയും നിങ്ങൾക്ക് ആ സുതാര്യതയുടെ കോളത്തിൽ നിങ്ങൾക്ക് മാർക്ക് രേഖപ്പെടുത്താം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഇടപെടലുകളുണ്ടോ, അതല്ല വെറും പാർട്ടിസാനായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന MLA ആണോ, ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന MLA ആണോ എന്നുള്ള ചോദ്യത്തിൽ നിങ്ങൾക്ക് മാർക്കിടാം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് നിങ്ങൾക്ക് മാർക്കിടാം. അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന പൊതുവിഷയങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട പൊതുവിഷയങ്ങളിൽ MLA സ്വീകരിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ പൊസിഷനോട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വിയോജിക്കുന്നുണ്ടെങ്കിൽ എത്രയുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, രണ്ടാം ഘട്ടത്തിലേക്ക് പോകാം. ഇത്രയുമാണ് നിങ്ങൾ MLAയുടെ കാര്യത്തിൽ റേറ്റ് ചെയ്യേണ്ടത്. ഓർമ്മിക്കുക, റിസൾട്ട് വരുമ്പോൾ ഇത്രയും ഘടകങ്ങളുടെ ആവറേജ് ആയിരിക്കും റിസൾട്ടായിട്ട് വരിക. ഇത്രയും വേരിയബിളുകളുടെ ആവറേജ് ആയിട്ടായിരിക്കും ആ MLAയുടെ 10 ഔട്ട് ഓഫ് 6 ആണെങ്കിൽ 6, 7 എന്നായിട്ട് വരിക. അതിൽ ഓരോ കാറ്റഗറിക്കും എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഘട്ടത്തിൽ. അപ്പോൾ ഓരോ MLAയും നിങ്ങൾക്ക് വ്യത്യസ്ത കാറ്റഗറിയിലായി മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ ഫണ്ട് വിനിയോഗം, ട്രാൻസ്പെറൻസി, പൊളിറ്റിക്കൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്തായിരുന്നു എന്നുള്ളത്, നിലപാടുകൾ എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഇങ്ങനെ വിവിധ കാറ്റഗറികളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മണ്ഡലത്തിലെ MLA റേറ്റ് ചെയ്യാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ അവസരം നിങ്ങൾ പൂർണ്ണമായിട്ടും വിനിയോഗിക്കുക. ഇതാണ് ഈ സർവേയിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, റിപ്പോർട്ടിന്റെ സ്ക്രീനിൽ തെളിയാൻ പോകുന്ന QR കോഡ് സ്കാൻ ചെയ്തോ, റിപ്പോർട്ടിന്റെ വെബ്സൈറ്റിൽ പ്രവേശിച്ചോ നിങ്ങൾക്ക് നിങ്ങളുടെ MLA മാർക്കിടാവുന്നതാണ്. ഇത് ഇലക്ഷൻ സർവേയുടെ ആദ്യ ഘട്ടമാണ്.
രണ്ടാം ഘട്ടത്തിൽ മറ്റു ചോദ്യങ്ങൾ വരും, അതിലേക്ക് നമ്മൾ വിശദീകരിക്കാം. അതിന് മുമ്പ് സ്മൃതി കൂടി നമുക്കൊപ്പമുണ്ട്. സ്മൃതി, ഇതാണ് നമ്മൾ MLA-മാരെ മാർക്കിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട വേരിയബിളുകൾ. രാഷ്ട്രീയ നിലപാട്, കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ഇടപെടൽ, സുതാര്യത, MLA ഓഫീസിന്റെ പ്രവർത്തനം, മണ്ഡലത്തിലെ സാന്നിധ്യം, ജനകീയത, വാഗ്ദാനങ്ങൾ നിറവേറ്റൽ, ഫണ്ട് വിനിയോഗം, വികസന പ്രവർത്തനങ്ങൾ, നിയമസഭയിലെ പ്രകടനം എന്നീ കാറ്റഗറികളിലാണ് നമ്മൾ MLA വിലയിരുത്താൻ പോകുന്നത്. ഏറെക്കുറെ ഒരു MLA വിലയിരുത്തുന്നതിന് സമഗ്രമായ ഒരു ചോദ്യങ്ങളല്ലേ ഇതെല്ലാം? ഇനി അല്പം കൂടി സമഗ്രമാകേണ്ടതുണ്ട്. MLA-മാർക്ക് മാർക്കിടുന്നത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട 6 ചോദ്യങ്ങൾ കൂടി നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൂടി ആകുമ്പോഴേ അത് സമഗ്രമാകുകയുള്ളൂ. നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഏറ്റവും സുപ്രധാന വിഷയം എന്ത് എന്നതാണ് ആദ്യത്തെ ചോദ്യം. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം, അല്ലെ? അടുത്തത് പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. രാഷ്ട്രീയ ചോദ്യങ്ങളാണ്. അപ്പോൾ രാഷ്ട്രീയമായി നിങ്ങളുടെ നിലപാട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അടുത്തത് പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അല്ലെ? പക്ഷേ അവിടെ ഒരു പ്രേക്ഷകർക്ക് സംശയം വരും. നമ്മൾ എഴുതുകയാണോ വേണ്ടത് എന്നൊരു ചോദ്യം വേണ്ട. അത് നമുക്ക് ഡിജിറ്റലിൽ നിങ്ങൾക്ക് അതിന്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഓരോ പാർട്ടിയിൽ നിന്നും ഷഫീഖ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് 1ഉം 2ഉം അല്ല, ഒരു മുന്നണിയിൽ നിന്ന് 4 പേരെയാണ്. 4 പേരെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. എല്ലാ മുന്നണികൾക്കും മുഖ്യമന്ത്രി കാംക്ഷികൾ ഉള്ളത് കൊണ്ട്, മുഖ്യമന്ത്രി മോഹമുള്ളവരുള്ളത് കൊണ്ട് എളുപ്പമാണ്. മാത്രമല്ല പ്രതീക്ഷിക്കാത്ത പേര് വരുമോ എന്നുള്ള കൗതുകം അവിടെ നിൽക്കുന്നു. ആ പേരുകൾ ആരൊക്കെയാണെന്ന് 12 പേരുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പേരുകൾ ഏതൊക്കെയാണ് നമുക്ക് പ്രേക്ഷകരെ കാണിക്കണ്ടേ? അതിനു മുമ്പ് സ്ക്രീനിൽ പ്രേക്ഷകർ ഉറ്റു നോക്കിയാൽ അത് കാണാം. എനിക്ക് തോന്നുന്നത് നമുക്ക് വളരെ ബോൾഡായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ളത് നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ വരുമ്പോൾ നമുക്കത് പരിചയപ്പെടുത്താം. ഓരോ ചോദ്യം നമുക്ക് പരിചയപ്പെടുത്താം. ശരി, അടുത്തത് ഇപ്പോഴത്തെ ഏറ്റവും മികച്ച മന്ത്രി ആര് എന്ന ചോദ്യമാണ്. അതായത് ഇപ്പോഴത്തെ മന്ത്രിമാർക്ക് അല്പം നെഞ്ചിടിപ്പുണ്ടാവുന്ന കാര്യമാണ്. ഞാൻ മോശക്കാരനാകുമോ, എനിക്ക് വരുന്ന മാർക്ക് കുറയുമോ എന്ന് ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ ഏറ്റവും മികച്ച മന്ത്രി ആര് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുന്നു. അതെ, അതിന്റെയും ഓപ്ഷൻസ് ഉണ്ടാവും. അതിന്റെ ഓപ്ഷൻസിലും ഷഫീഖ് നമ്മൾ എല്ലാ മന്ത്രിമാരുടെയും ഡ്രോപ്പ് ലിസ്റ്റ് ആയിട്ട് വരും. എല്ലാ മന്ത്രിമാരുടെയും പേര് നിങ്ങൾക്ക് നമ്മൾ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മന്ത്രിയെ നിങ്ങൾ തെരഞ്ഞെടുത്താൽ മാത്രം മതിയാവും. മന്ത്രിക്ക് മാർക്കിടണ്ട, തെരഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഏത് മന്ത്രിയാണ്? ഇപ്പോൾ നിങ്ങൾക്ക് ശിവൻകുട്ടി മിനിസ്റ്റർ ആണ് ഇഷ്ടമെങ്കിൽ ശിവൻകുട്ടി മിനിസ്റ്റർ, നിങ്ങൾക്ക് ജിഞ്ചു റാണിയാണ് ഇഷ്ടമെങ്കിൽ ജിഞ്ചു റാണി, നിങ്ങൾക്ക് റോഷി അഗസ്റ്റിൻ ആണെങ്കിൽ റോഷി അഗസ്റ്റിൻ. എല്ലാ മുന്നണിയിലെല്ലാവരും ആയല്ലോ അല്ലേ? ഇനി ഒരു മുന്നണി വിട്ടിട്ടുണ്ട്, ശശീന്ദ്രൻ. AK ശശീന്ദ്രൻ ആണെങ്കിൽ AK ശശീന്ദ്രൻ. ഇനി ആരെങ്കിലും വിട്ടിട്ടുണ്ടോ? കടന്നപ്പള്ളി രാമചന്ദ്രൻ ഏകനാണ്. അപ്പൊ കടന്നപ്പള്ളി രാമചന്ദ്രൻ. അപ്പൊ CPM CPI എല്ലാമായി. അല്ല, അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഏത് മുന്നണി അധികാരത്തിൽ വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ ഏത് മുന്നണി അധികാരത്തിൽ വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ചോദ്യം. ഇതിലാണ് നമ്മളൊരു ട്രെൻഡ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്ര ശതമാനം ആളുകൾ ഏത് മുന്നണിയെ, UDF-നെ എത്ര പിന്തുണയ്ക്കുന്നു, LDF-നെ എത്ര പിന്തുണയ്ക്കുന്നു, NDA എങ്ങനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ജിമി, ഈ ചോദ്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു മൂഡ് ഓഫ് ദി സ്റ്റേറ്റ് അറിയാൻ വേണ്ടിയാണ്, ഒരു പൊളിറ്റിക്കൽ മൂഡ് ഓഫ് ദി സ്റ്റേറ്റ് അറിയാൻ വേണ്ടിയാണ്. ഏതെങ്കിലും തരത്തിൽ ഇത് അന്തിമ ഫലത്തെ സ്വാധീനിക്കാൻ വേണ്ടിയല്ല. അന്തിമ ഫലം ഇതാകുമെന്ന് നമ്മളിപ്പോൾ ക്ലെയിം ചെയ്യുന്നില്ല. കാര്യം ഇനി തെരഞ്ഞെടുപ്പിന് ഏകദേശം ഒരു 50 ദിവസമുണ്ട്. ഈ വോട്ട് ചെയ്യുന്ന ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ്. അവസാനത്തെ 24 മണിക്കൂറിൽ വോട്ട് രേഖപ്പെടുത്തുന്ന 10% ആളുകൾ ഉണ്ടാവും. അവർ തന്നെ 5% താഴെ വളരെ നിർണായകമായ സ്വിംഗ് വോട്ടേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് അന്തിമ ഫലമാകണമെന്ന് ഒരു ക്ലെയിമും നമ്മളിപ്പോൾ വയ്ക്കുന്നില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി ഒരിക്കലും ഇനി ഒരു ഒപ്പീനിയൻ പോൾ നടത്താൻ പാടില്ല എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ പോളിംഗ് നടക്കുന്ന ഒരേ ഒരു ഒപ്പീനിയൻ പോൾ ഇതാണ്. എന്നോട് ചുരുക്കത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വരേണ്ടത്, ആര് മുഖ്യമന്ത്രിയാകണം മുതലായ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഏറ്റവും അവസാനത്തെ ഉത്തരം ഇതിനകത്തായിരിക്കും ഉണ്ടാവുക. അതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു കാര്യം കൂടി, പിയാസുനിലാണ് ഇതിൽ എന്നിത് ഈ സർവേ പ്രസിദ്ധീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പിയാസുനിലായിരിക്കും. ബിക്കോസ് പിയാസുനിലായിരിക്കും ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള വിവരം ഡൽഹിയിൽ നിന്ന് തരിക. പെട്ടെന്ന് ആളുകളെ തെറ്റിദ്ധരിച്ചു കാണും. അതെ, പിയാസുനിൽ എന്നത്തേക്കായിരിക്കും വരിക? പിയാസുനിലാണ് പറഞ്ഞത് മാർച്ച് ആദ്യവാരം ഒരുപക്ഷെ പ്രഖ്യാപനം പ്രതീക്ഷിക്കാമെന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഏതാണ്ട് ഈ ഷെഡ്യൂൾ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ ഈ മാസം 15-ാം തീയതി മുതൽ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ഒരുപക്ഷെ 21, 22 അവർ തിരിച്ച് ഡൽഹിയിലെത്തും. അതിനുശേഷം ഫുൾ കമ്മീഷൻ ചേരും. പിന്നെ എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാം. ഒരുപക്ഷെ ഫെബ്രുവരി അവസാന വാരം, അതല്ലെങ്കിൽ മാർച്ച് ആദ്യ വാരത്തിൽ. അപ്പോൾ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. വേഗത്തിൽ വോട്ട് ചെയ്യണം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തണം അല്ലേ? ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുമല്ലേ? ഈ സർവേ പേജിന് ഇതിനോടൊപ്പം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരേ സമയം ഇതൊരു സർവേ ആയിരിക്കെ തന്നെ ഇതൊരു വലിയ ഡാറ്റാബേസ് കൂടിയാണ്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളുടെയും ഏറ്റവും സമഗ്രമായ ഒരു ചരിത്രം കൂടിയാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം, രാഷ്ട്രീയ ചരിത്രം, സാമൂഹിക ചരിത്രം, മണ്ഡലത്തിൽ ഇന്നോളമുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം, ആ മണ്ഡലത്തെ ഇന്നോളം ആരെല്ലാം പ്രതിനിധീകരിച്ചിട്ടുണ്ട്, മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ
ഏതൊക്കെയാണ്, ആരാണ് ആ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത്, അതിർത്തി മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്ന് തുടങ്ങിയിട്ട് ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട ഇന്നോളമുള്ള രാഷ്ട്രീയവും സാമൂഹികവുമായ സമഗ്രമായ ചിത്രം കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രേക്ഷകർക്ക് ലഭിക്കുന്ന വിധത്തിലാണ് നമ്മൾ ഈ സർവേ ഒരു കംപ്ലീറ്റ് ആർക്കൈവ്സ്, ഒരു ഡാറ്റാബേസ് എന്ന നിലയിൽ കൂടിയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളത്തിന്റെ മണ്ഡലങ്ങളുടെ ചരിത്രം ആവശ്യമുള്ള മുഴുവൻ ആളുകൾക്കും വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇനി ഒരു മണ്ഡലത്തിന്റെ ചരിത്രം തികയാൻ വേണ്ടി വിക്കിപീഡിയയോ ഗൂഗിളിലോ ഒന്നും പോയിട്ട് ഇങ്ങനെ തെരഞ്ഞ സമയം കളയണമെന്നില്ല. റിപ്പോർട്ടറിലേക്ക് വരിക, റിപ്പോർട്ടറിന്റെ വെബ്സൈറ്റ് കാണുക, അവിടെ ഇലക്ഷൻ സർവേയുടെ പേജിൽ പോവുക, അവിടെ ഓരോ മണ്ഡലവും നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആദ്യ മണ്ഡലത്തിൽ MLAക്ക് റേറ്റിംഗ് കഴിഞ്ഞാൽ തൊട്ട് താഴെ വരുന്നത് ആ മണ്ഡലത്തിന്റെ നേരത്തെ ഷഫീഖ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രമായിരിക്കും, മണ്ഡലത്തിന്റെ പൊതു സ്വഭാവമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു റെഫറൻസ് ഡാറ്റ കൂടിയാണ് നമ്മളുടെ അടുത്ത കാലത്ത് ഡിജിറ്റൽ കാലത്ത് ഏറ്റവും വൈബ്രൻ്റായി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് വോട്ട് ചെയ്യാമെന്നുള്ളതാണ്. 2-3 ക്ലിക്ക് അമർത്തിയായിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്ന രീതിയിൽ വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സംവിധാനത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനേക്കാളും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഒരു സർവേ ഇന്ത്യയിൽ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ടെന്നുള്ള. ആദ്യമായിട്ടായിരിക്കും ഒരു ഡിജിറ്റൽ കാലത്ത് ഡിജിറ്റൽ സർവേ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള 3.5 കോടി ജനങ്ങൾക്ക് കേരളത്തിലുള്ള 3.5 കോടി ജനങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇലക്ഷൻ്റെ ഭാഗമാകാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ എടുക്കുമ്പോൾ ഈ സുനിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം രാത്രി കേരളത്തിൻ്റെ ട്രെൻഡ് എന്താണ്, ജിമ്മി സാർ പറഞ്ഞ പോലെ അതിൻ്റെ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാവും. അപ്പം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ദിവസം അന്ന് വരെ സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ ഗതിവിഗതികളെയും ഈ പറയുന്ന റിസൾട്ടിനെ ബാധിക്കാം, ഈ പറഞ്ഞ ഇലക്ഷനിൽ ബാധിക്കാം എന്നുള്ളതാണ്. അപ്പം വലിയ രീതിയിലുള്ള ഒരു ജനങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്ത ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോം. ഒരു കാര്യം കൂടി ഉണ്ട് ഡോക്ടർ അരുൺ, ഇപ്പോൾ പുതിയ വോട്ടർമാരുണ്ടാവല്ലോ, പുതിയ വോട്ടർമാർ പ്രത്യേകിച്ച് രാഷ്ട്രീയ കക്ഷികളോട് ആഭിമുഖ്യമൊന്നും ഇല്ലാത്ത പുതിയ വോട്ടർമാർ ഈ പറയുന്ന ഇതിന്റെ ചരിത്രം, മണ്ഡലത്തിന്റെ ചരിത്രവും മണ്ഡലത്തിലെ വികസന കാര്യങ്ങളും ഒക്കെ വായിച്ച ശേഷം അതിനുശേഷം ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യത അവർക്ക് ആ മണ്ഡലത്തെ കുറിച്ച് പഠിക്കാം. നിങ്ങളുടെ മണ്ഡലം ഉദാഹരണത്തിന് പുനലൂരാണ്, അതല്ലെങ്കിൽ കൊല്ലമാണ്, കുട്ടിയുമാണ്. ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കുമ്പോഴാണ് ആ മണ്ഡലം എങ്ങനെയൊക്കെ സിങ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ കാലങ്ങളിൽ ആർക്കൊപ്പം നിന്നിട്ടുണ്ട്, ഏതൊക്കെ MLAമാർ നിന്നപ്പോൾ ജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്, ആർക്കൊക്കെ ഭരണം കിട്ടിയപ്പോൾ ആർക്കൊക്കെ അധികാരം, അവർക്കെല്ലാം കിട്ടിയ ഏത് പഞ്ചായത്ത് ആരാണ് ഭരിക്കുന്നതെന്ന് അറിയാം. അതെ, ആ ഡീറ്റെയിലേക്ക് നമ്മൾ വളരെ സൂക്ഷ്മമായ മൈക്രോ ലെവൽ ഡാറ്റയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആളുകൾ ഇപ്പോൾ തന്നെ വോട്ട് ചെയ്ത് തുടങ്ങിയെന്നാണ് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരക്ക് പിടിക്കേണ്ടതില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ ആദ്യത്തെ വോട്ട് ആദ്യം തന്നെ രേഖപ്പെടുത്തിക്കോളൂ. വരുന്ന ദിവസങ്ങളിലും അത് തുടരും. ചുരുങ്ങിയത് നമ്മൾ എത്ര ദിവസം ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, 10 days എന്ന് ഇപ്പോൾ നമ്മൾ വെക്കുന്നു. ബട്ട് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡ്. അത് ആദ്യത്തെ വിവരങ്ങൾ നമ്മൾ 10 ദിവസം കഴിയുമ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അത് കഴിഞ്ഞാൽ ഫൈനൽ ടാലി തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് പ്രേക്ഷകരുടെ മുന്നിലെത്തും. പ്രേക്ഷകർ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് നിശ്ചിത ഇടവേളകളിൽ റിപ്പോർട്ടിന്റെ സ്ക്രീനിൽ ഞങ്ങൾ പ്രദർശിപ്പിക്കും. ആ സമയത്ത് പ്രിയപ്പെട്ട പ്രേക്ഷകർ നേരിട്ട് സ്കാൻ ചെയ്യുക. ഇടവേളകളിൽ, വളരെ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഈ സ്ക്രീൻഷോട്ട് റിപ്പോർട്ടിന്റെ TV സ്ക്രീനിൽ തന്നെ നമ്മൾ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് എളുപ്പത്തിൽ ഈ ഇന്റർവ്യൂ ഷെഡ്യൂളിലേക്ക് പോയി ഈ വോട്ടിംഗ് പ്രോസസ്സിൽ ഭാഗമാകാവുന്നതാണ്. കഷ്ടിച്ചൊരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടിംഗ് പൂർത്തിയാക്കാം. മണ്ഡലത്തെക്കുറിച്ച് പഠിക്കാനാണെങ്കിൽ കുറച്ചധികം സമയം നിങ്ങൾക്ക് എടുക്കാം. വെബ്സൈറ്റിലും ഉണ്ടായിരിക്കും. ഈ QR കോഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വെബ്സൈറ്റിലേക്ക് പോകുക. റിപ്പോർട്ടർ TVയുടെ വെബ്സൈറ്റിലേക്ക് പോയാൽ അവിടെ കേരള സർവേ ഓൺലൈൻ ഇലക്ഷൻ റിപ്പോർട്ടറിന്റെ ആപ്പിലും അതുപോലെ തന്നെ ആപ്പിനകത്തും വെബ്സൈറ്റിനകത്തും QR കോഡിനകത്തും ഫേസ്ബുക്കിനകത്തും നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതിനകത്തുള്ള ലിങ്കുകളും QR കോഡും എല്ലാം ഉണ്ടായിരിക്കും. ഇനി ഒരു സംശയം കൂടി പ്രേക്ഷകർക്ക് ഉണ്ടാവാം, വിദേശത്തിരിക്കുന്നവർ വോട്ട് ചെയ്യാൻ പറ്റും. ആദ്യഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാം എന്നുള്ള നിലയ്ക്കാണ് നമ്മളിപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഓരോ മണ്ഡലത്തിലുമുള്ള മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികം വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. രണ്ടാം ഘട്ടത്തിൽ നമുക്ക് വിദേശത്തുള്ള ആളുകൾക്കും കൂടെയുള്ള വോട്ടിംഗ് സൗകര്യം, കാരണം ഇത് നമ്മൾ ഇപ്പോൾ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും വിദേശത്തുള്ളവർ ആ രീതിയിൽ ഇപ്പോൾ അവർക്കൊരു വോട്ടിംഗ് റൈറ്റ് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അത് നമ്മൾ അടുത്ത ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കാം. നിലവിൽ നമ്മൾ പ്രവാസികൾക്കല്ല, പകരം നമ്മുടെ നാട്ടിലുള്ളവർക്കാണ് ഈ വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം ആദ്യഘട്ടത്തിലുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇനി വിദേശത്തുള്ളവരാണെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് സർവേയുടെ രണ്ടാം ഘട്ടത്തിൽ മീൻസ് ആദ്യ പകുതി പിന്നിടുന്ന സമയത്ത് നമുക്കത് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് കൂടെ വോട്ട് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ SMS നിയന്ത്രിതമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഓരോ ഇടവേളകളിലും നമ്മൾ ഇതിന്റെ റിസൾട്ട് ഓരോ ആഴ്ച പിന്നിടും. ഓരോ ആഴ്ചയിലും കൃത്യമായ ഇടവേളകളിൽ ഇതിന്റെ പ്രോഗ്രസ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കും. അപ്പോഴും ഈ പോളിംഗ് ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ചുരുങ്ങിയത് 2 തവണയെങ്കിലും ഇതിന്റെ റിസൾട്ട് ഞങ്ങൾ പ്രേക്ഷകരെ അറിയിക്കാൻ ശ്രമിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ
ടോട്ടലായിട്ടുള്ള സ്ട്രക്ചർ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ റിപ്പോർട്ടറിൻ്റെ വെബ്സൈറ്റിലേക്ക് വരിക. വെബ്സൈറ്റിൽ വന്നിട്ട് ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മളിതിൻ്റെ വിഷയങ്ങളിലേക്കൊന്ന് പോയി വരാം. കാര്യം ഈ വിഷയങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് എന്നൊരു പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏത് എന്നുള്ളത് ഒരുപക്ഷെ സ്ക്രീനിൽ നമുക്ക് കാണിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണിക്കാം. ഏറ്റവും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളായി കൊടുത്തിരിക്കുന്നത്, അല്ലേ? നമുക്ക് ഓരോരോ വിഷയങ്ങളായിട്ട് തന്നെ പരിശോധിച്ചു പോകാം. അതെന്തുകൊണ്ട് ചർച്ചയാവുന്നു, എന്തുകൊണ്ട് നമ്മൾ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഏറ്റവും സുപ്രധാന വിഷയം ഏതാണ്? 1 വികസനം, 2 ക്ഷേമ പെൻഷൻ, 3 ശബരിമല സ്വർണ്ണക്കൊള്ള, 4 വർഗീയ പരാമർശങ്ങൾ, 5 അഴിമതി, 6 പോലീസ് നടപടികൾ, 7 വന്യജീവി പ്രശ്നങ്ങൾ, 8 സ്ഥാനാർത്ഥികളുടെ മികവ്, 9 ലൈംഗിക ആരോപണങ്ങൾ, 10 മറ്റുള്ളവ. ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജിമ്മി, ഏറെക്കുറെ ഇപ്പോൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ലേ? ഏതാണ്ട് ഏറെക്കുറെ അങ്ങനെ പറയാം. ലൈംഗിക ആരോപണം അടക്കമുള്ള വിഷയങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് കേരളത്തെ ചൂഴ്ന്നുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതേസമയം വന്യജീവി പ്രശ്നവും അഴിമതിയും മറ്റുമൊക്കെ 5 വർഷത്തെ ഒരു സർക്കാരിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, പ്രതിപക്ഷത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളാണ്. സമഗ്രമാണ്. ഇതിൽ വേണമെങ്കിൽ ഒരു 10 കൂടെ കൂട്ടാം. പക്ഷേ ഇതായിരിക്കും ഇതിനൊരു സ്റ്റാൻഡേർഡ് സൈസ് എന്ന് തോന്നുന്നു. മിക്കവാറും എല്ലാം നമ്മൾ തൊട്ടിട്ടുണ്ട്. ആണ് സ്മൃതി. അതിന് വിഷയങ്ങളിൽ നമുക്ക് എത്ര വിഷയങ്ങൾ വേണമെങ്കിലും ആവാം. സ്ഥാനാർത്ഥിയുടെ വ്യക്തി മികവ്, അതേപോലെ അവരുടെ ജാതി സമുദായ വാക്യങ്ങൾ, ഇതൊക്കെ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് പഠനങ്ങളുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താറുണ്ട്. വേണമെങ്കിൽ അതാവാം നിശ്ചയിക്കുന്നത്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്. കാര്യം നാളെ എന്ത് സംഭവിച്ചാലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും, അത് വേറെ കാര്യം. അതെ, രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ ഓരോ ദിവസം നടക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ അതെങ്ങനെ സ്വാധീനിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അവരെങ്ങനെ പ്രതികരിക്കുന്നു, മാത്രമല്ല നമ്മൾ ദിവസം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണോ യഥാർത്ഥത്തിൽ ജനം ചർച്ച ചെയ്യുന്നതിനുള്ളൊരു ഉത്തരം കൂടി നമുക്ക് കിട്ടും. അതെ, മാത്രമല്ല ഇനി ഈ ഓപ്ഷനുകളൊന്നും അല്ലെങ്കിൽ മറ്റുള്ളവ എന്നൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാം. ഇതിന് അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സർവേ ആണ്. ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് അത് ആരംഭിക്കാം. നിശ്ചിത സമയമില്ല. 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പരമാവധി വോട്ടുകൾ രേഖപ്പെടുത്തുക. ആദ്യത്തെ ഘട്ട റിസൾട്ട് വരുന്നത് ഏകദേശം 10 ദിവസത്തോടടുപ്പിച്ചായിരിക്കും. അത് വരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ പ്രേക്ഷകരെ അറിയിക്കാം. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. MLA-മാരെ റേറ്റ് ചെയ്യുമ്പോൾ ഷഫീഖ് അത് കൃത്യമായി ആ സമയത്ത് തന്നെ അവർക്ക് അറിയാൻ പറ്റുമല്ലേ? ഓരോ ആളുകൾ റേറ്റ് ചെയ്യുന്ന സമയത്തിന്റെ തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ അത് അപ്ഡേറ്റഡ് ആയിരിക്കും. ഒരു കാരണം നമ്മൾ ആദ്യമേ തന്നെ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ഒരു MLA-യുടെ റേറ്റിംഗ് കുറവോ മികവോ എന്നുള്ളത് ഇപ്പോൾ നിശ്ചയിക്കാൻ കഴിയില്ല. ഈ പോള് തീരുന്നതുവരെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇതിന് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ MLA-ക്ക് ഇത്ര മാത്രമേ മാർക്കുള്ളല്ലോ എന്ന് കരുതി രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ദയവ് ചെയ്ത് ദുരുപയോഗം ചെയ്തു. അത് നമുക്ക് പ്രത്യേകം ഉത്തരവാദിത്വം നമുക്കില്ല. കാരണം ഇത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻ പ്രോഗ്രസ് ആയ ഒരു പ്രക്രിയയാണ്. ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഭയക്കുന്ന ഒരേ ഒരു കാര്യം, അല്ലേ? ഇതിന് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും പറ്റും, മോശമായും കൈകാര്യം ചെയ്യാൻ എല്ലാ ഡിജിറ്റൽ സംവിധാനമാണ്. അപ്പൊ എല്ലാവർക്കും ഇതിനെ സത്യസന്ധമായും സുതാര്യമായി കൈകാര്യം ചെയ്താൽ നമ്മളൊരു നല്ല സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ദിവസം ഇത്ര ദിവസമായി രേഖപ്പെടുത്തും. നിശ്ചിത ദിവസങ്ങൾ പിന്നിടുന്നതിനനുസരിച്ചുള്ള ഓരോ അപ്ഡേറ്റ്സ് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാം. 2 ദിവസം 3 ദിവസം എന്നുള്ള കാണിക്കുമല്ലോ. അപ്പോൾ അത് അവിടെ കിടക്കും. എത്രയായാലും യഥാർത്ഥ നമ്മുടെ ഒരു അവസാനത്തെ ദിവസമാണ് പുറത്തു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഈ പ്രോഗ്രസ് ചെയ്യുന്നതിന് മുമ്പ് മറ്റേതെങ്കിലും പേജുകളിലൂടെ വരുന്ന ഡാറ്റയ്ക്ക് നമ്മൾ ഉത്തരവാദികളായിരിക്കില്ല. ഞങ്ങളുടെ തന്നെ ഡിജിറ്റൽ വിങ് ഇതിന്റെ കൃത്യമായ റിസൾട്ട് കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കാർഡുകളിൽ അറിയിക്കുന്നതായിരിക്കും. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാവും. ഈ OTP വരുമ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട്, അനാവശ്യമായിട്ട് OTP വരുന്നതിനോട് നിങ്ങൾ റിയാക്ട് ചെയ്യരുതെന്ന് പറയാറുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കിത് പൂർണ്ണമായും വിശ്വസിക്കാം, ഇതൊരു സ്കാം അല്ല. അതുകൊണ്ട് തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ OTP ചോദിച്ചു വെബ്സൈറ്റിൽ പോയി നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് OTP ചോദിക്കുമ്പോൾ ആ OTP നമ്പർ നമ്മുടെ സൈറ്റിൽ അടിച്ചു കൊടുത്തോളൂ. അതിൻ്റെ പേരിൽ നിങ്ങളുടെ സമ്പത്തൊന്നും നഷ്ടപ്പെടില്ല. അതേസമയം ഏതെങ്കിലും വിധത്തിലൊരു മാനിപ്പുലേഷൻ ഇതിനകത്ത് നടക്കുകയാണെങ്കിൽ, മാസായ വോട്ടിംഗ് നടക്കുന്നു, മറ്റേതെങ്കിലും വിധത്തിൽ ഒരു മാനിപ്പുലേഷൻ നടത്തുകയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു വലിയ IT വിങ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതും കൃത്യമായിട്ട് നമുക്ക് നോക്കാൻ സാധിക്കും. അതും നമ്മൾ പരമാവധി നമുക്ക് അതിന്റെ എറർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. പക്ഷേ ഒരാൾക്ക് ഇതിന് തുനിഞ്ഞിറങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഘട്ടത്തിലും തുനിഞ്ഞിറങ്ങാൻ പറ്റും. പക്ഷേ ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വയ്ക്കുന്ന വളരെ സുതാര്യമായ ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒരു ഡിജിറ്റൽ കാലത്താണ്. ഭാവി കാലത്ത് തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോൾ നമ്മൾ ബാലറ്റ് ബോക്സിൽ നിന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് എത്തി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഡിജിറ്റൽ വോട്ടിംഗിലേക്ക് പരിണമിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അമേരിക്കയിലടക്കം പലയിടങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്ന് തിരിച്ച് ബാലറ്റ് മെഷീനിലേക്ക് പോകുന്നുണ്ട്. ഡിജിറ്റൽ വോട്ടിംഗ്
വോട്ടിങ്ങിലേക്ക് ചില രാജ്യങ്ങൾ പോകുന്നുണ്ട്. സോ ഒരു ഡിജിറ്റൽ വോട്ടിംഗ് പരീക്ഷണമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലേ? ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതാണ് ഈ OTP നമ്മൾ വെക്കുന്നത്. അതെ. ഒരാൾക്ക് ഒരു വോട്ട്, വൺ മാൻ വൺ വോട്ട്, വൺ മാൻ വൺ വോട്ട്, വൺ വുമൺ വൺ വോട്ട്. അത് നമ്മൾ പറയണം. അതിൽ നമ്മൾ വികസനമുണ്ട്, വിവാദമുണ്ട്. അത് പക്ഷേ വൺ മൊബൈൽ വൺ വോട്ടായി മാറ്റരുത് ദയവ്. അത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. പൂർണ്ണമായും നമ്മൾ പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു സംവിധാനത്തിലേക്ക് ഇറങ്ങുന്നത്. പ്രേക്ഷകർക്ക് വിശ്വസിക്കാം, നമ്മളുടെയും നിങ്ങളുടെയും ഇടയിൽ ഈ സാങ്കേതിക വിദ്യ അല്ലാതെ മറ്റൊരു ഏജൻസി ഇല്ല. അതുകൊണ്ട് ഒരു ഏജൻസിയുടെ രാഷ്ട്രീയ താല്പര്യമോ ഏജൻസിയുടെ കുതന്ത്രമോ ഏജൻസിയുടെ പരിമിതിയോ ഈ റിസൾട്ടിനെ ബാധിക്കില്ല, അല്ലേ? സാധാരണ വളരെ കുറഞ്ഞ സാമ്പിൾ സൈസ് 200, 300 എന്നൊക്കെയാണ് വലിയ സംസ്ഥാനതല വോട്ടെടുപ്പിലൊക്കെ സാമ്പിൾ സൈസുകൾ ഒന്നുമില്ലാതെ തന്നെ ആം ചെയർ സർവേ നടത്തുന്ന ഏജൻസികളുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു സാമ്പിൾ, കാരണം കേരളത്തിലെ മുഴുവൻ ആൾക്കാരെ ഉപയോഗപ്പെടുത്തിയ ഒരു സാമ്പിളോട് കൂടിയിട്ട് ഒരു വോട്ടിംഗ് സംവിധാനം ആദ്യമായിട്ടായിരിക്കും. ഇത് ജനങ്ങൾക്ക് ഒരു അവസരമാണ്. അതെ, കാരണം ഈ ഇലക്ഷന് മുൻപ് ഒരു ട്രെൻഡ് അവർക്ക് കിട്ടും. അതെ, ഒരു ഫീൽ എന്താണ് ഓരോരുത്തരും സത്യസന്ധമായി വോട്ട് ചെയ്താൽ കറക്റ്റ് ട്രെൻഡ് കിട്ടും. അതെ, വളരെ കൃത്യമായി കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, ഇത് ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലത്തെ നിലവിൽ നിശ്ചയിക്കുന്ന ഒന്നല്ല. അതാ ഈ നിമിഷം തിരഞ്ഞെടുപ്പ് നടന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ചോദ്യമാണ്. നിങ്ങളുടെ MLA നിങ്ങൾക്ക് ആത്മാർത്ഥമായി തന്നെ നിങ്ങൾക്ക് റേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഉഷാറായി വരിക, വോട്ട് രേഖപ്പെടുത്തുക, അല്ലേ? ഡിജിറ്റൽ വോട്ടായിട്ട് ആ വോട്ട് രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ അവതരിപ്പിക്കുന്നു. ചോദ്യങ്ങൾ ബാക്കി കൂടിയുണ്ട്. ഇനി ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യമാണ് നമ്മൾ കവർ ചെയ്തത്, ഡീറ്റെയിൽ ആയിട്ട് പോയി, അല്ലേ? ഇനി ഓരോ ചോദ്യങ്ങളുടെയും പ്രസക്തി എന്താണ് എന്ന് കൂടി നോക്കാം. ഒരു ചോദ്യം ഇതായിരുന്നു, ഈ തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങളാണ് നമ്മളിപ്പോൾ ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വെച്ചത്. ബാക്കി ചോദ്യങ്ങളിലേക്ക് വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള മഹായുദ്ധം ഓൺലൈൻ റിപ്പോർട്ടർ ഇലക്ഷൻ സർവേ 2026. ഹലോ, വെൽക്കം ബാക്ക്. റിപ്പോർട്ടർ കേരള മഹായുദ്ധം ഓൺലൈൻ റിപ്പോർട്ടർ ഇലക്ഷൻ സർവേ 2026. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ സന്തോഷകരമായ ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ സർവേ ലോഞ്ച് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ വോട്ട് ചെയ്യാനായി നമ്മളുടെ വെബ്സൈറ്റിൽ നിലവിൽ ഇപ്പോൾ എത്ര പേരുണ്ട്? 24,937 പേർ ഇപ്പോൾ തന്നെ വോട്ട് ചെയ്തോണ്ട്. 24,900, 400,000 ആളുകൾ ഇപ്പോൾ നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മൾ വോട്ടിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വിവരം കൂടി പ്രേക്ഷകർ അറിയിക്കുന്നു. ഈ നിലയിൽ പോയാൽ പൊട്ടിത്തെറിക്കൂ. അതിനുള്ള ക്രമീകരണം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. 3.5 കോടി ജനങ്ങൾ വന്നാലും പൊട്ടാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കനത്ത പോളിംഗാണ് ആദ്യഘട്ടത്തിൽ. 24 സാധാരണ രീതിയിൽ ഒരു സർവേ കേരളത്തിൽ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സർവേ സാമ്പിളുകൾ ഉപയോഗിച്ചത്, ഞാൻ മറ്റൊരു ചാനലായിരിക്കുമ്പോൾ ഈ 27,000 സാമ്പിളിംഗ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഓൾമോസ്റ്റ് സെൻസസ് പോലെയായിരുന്നു നമ്മളത് ഉപയോഗിച്ചത്. പൂർണ്ണമായി സെൻസസ് അല്ലെങ്കിൽ പോലും അത്രയും വലിയൊരു സാമ്പിൾ സൈസ് ആയിരുന്നു. ഇപ്പോൾ ഈ നിമിഷം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 24,000 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ 400,000 ആളുകൾ വോട്ട് ചെയ്യുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ അർത്ഥം ഒരു നല്ല നിലയിലുള്ള പോളിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ചില കണക്കുകളും ഫലങ്ങളും ഇതിനകം തന്നെ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് MLA-മാരുടെ കാര്യത്തിൽ. പക്ഷെ നമ്മളിത് ഇപ്പൊ പുറത്തു വിടുന്നില്ല, അല്ലേ? പുറത്ത് വിട്ടുകൂടല്ലോ, ഇപ്പൊ പുറത്ത് വിട്ടുകൂടാ. കാരണം ഇത് എല്ലാവരും MLA അറിയാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും MLA-ക്ക് എത്ര റേറ്റിംഗ് കിട്ടി അറിയാൻ കഴിയും. അല്ല, ജിജ്ഞാസ ഉള്ളവർക്ക് സൈറ്റിൽ പോയി കാണാം. നമ്മളായിട്ട് അത് കാണിക്കുന്നില്ല. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് എപ്പോൾ വേണമെങ്കിലും മാറാം, കൂടാം, കുറയാം, ഇതൊക്കെ സംഭവിക്കാം, വരുന്നതിനനുസരിച്ച് മാറാം. അതുകൊണ്ട് ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ദയവ് ചെയ്ത് പ്രചരിപ്പിക്കരുത് എന്നുകൂടി ഞങ്ങൾ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു. ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്തല്ലാതെ നിങ്ങൾ നമ്മളുടെ വെബ്സൈറ്റിൽ പോയി അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിക്കരുത്. കാര്യം ഇത് ഇന്ററാക്റ്റീവ് ആണ്, ഗ്രോയിങ് ആണ്, ഇൻ പ്രോഗ്രസ് ആണ് ഇപ്പോഴത്തെ നമ്മളുടെ പോളിംഗ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം എന്തായിരിക്കും എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ചോദ്യം. ഈ സാഹചര്യത്തിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, മുഖ്യമന്ത്രി എങ്ങനെ പ്രവർത്തിച്ചു. അതായത് മുഖ്യമന്ത്രി എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ചോദിക്കുമ്പോൾ അത് 5 വർഷത്തേക്ക് മാത്രമാണോ? അതിനു മുമ്പുള്ള 5 വർഷം കൂടെ കൂടുന്നുണ്ടോ? 10 തുടർഭരണമാണല്ലോ. അപ്പോൾ 10 വർഷത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തനത്തെയാണോ വിലയിരുത്തുക എന്ന ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിലയിരുത്താം. കാരണഭൂതനായിട്ട് വിലയിരുത്താം, അതല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ദൈവമായിട്ട് വേണമെങ്കിൽ വിലയിരുത്താം. സെക്രട്ടറി, മലപ്പുറത്തെ സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വിലയിരുത്തിയ പോലെ കടക്കുപുറത്ത് എന്ന് വേണമെങ്കിലും വിലയിരുത്താം, അല്ലേ? ഏത് രീതിയിലും ആവാം. ക്യാപ്റ്റനായി വിലയിരുത്താം, അല്ലേ? എങ്ങനെ വേണമെങ്കിൽ വിലയിരുത്താം. ഒരു സർക്കാരിന്റെ ക്യാപ്റ്റൻ അല്ലേ? അതെ. ക്യാപ്റ്റനെ എങ്ങനെ വിലയിരുത്തണമെന്ന് ജനങ്ങൾ തീരുമാനിക്കും. വികസന നായകരായിട്ട് പെൻഷൻ കൊടുത്ത കാർന്നവരായിട്ടും വേണേൽ വിലയിരുത്താം. അതായത് വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ പറയാം, അതല്ല ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ വേണ്ടി ശ്രമിച്ച കാര്യം വേണമെങ്കിൽ പറയാം, തിരിച്ചു വേണമെങ്കിൽ പറയാം. ഇതൊക്കെ പ്രേക്ഷകർക്ക് വിട്ടു നൽകുന്നു. ഇതൊന്നും നമ്മളുടെ അഭിപ്രായങ്ങളല്ല, ഇത് പ്രേക്ഷകരുടെ അഭിപ്രായമായിട്ട് വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്.
അപ്പോൾ പല തരത്തിൽ നമുക്ക് വിലയിരുത്താം എന്നുള്ളതാണ്. ഇന്നത്തെ കൂടെ വാർത്തയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ച മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് വിലയിരുത്താം. അങ്ങനെ വേണമെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാൻ വേണ്ടി വിലയിരുത്തിയ പ്രതിപക്ഷ നേതാവെന്ന് വേണമെങ്കിൽ വിലയിരുത്താം. പ്രേക്ഷകർ മുഖ്യമന്ത്രി മാത്രമല്ല പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനത്തെയും എങ്ങനെ വിലയിരുത്താം എന്നൊരു ചോദ്യം. അവിടെ ഇതേ കാര്യം ഉറപ്പായിട്ടും പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയമായി എങ്ങനെയൊക്കെ പ്രതികരിച്ചിരിക്കുന്നു, ജനങ്ങളെ ബാധിക്കുന്ന എത്ര വിഷയങ്ങൾ കൃത്യമായി പ്രതികരിച്ചിരിക്കുന്നു, എത്ര വിഷയങ്ങൾ കൃത്യമായി പ്രതികരിച്ചിരിക്കുന്നു, എത്ര കാര്യങ്ങളിൽ പ്രതിപക്ഷം സമരത്തിന് ഇറങ്ങിയിരിക്കുന്നതും പ്രതിപക്ഷ നേതാവിനെ വിലയിരുത്തുന്ന വിഷയമാണ്. അതെ, പ്രതിപക്ഷ നേതാവിന്റെ വെറും പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പ്രതിഷേധങ്ങളായിരുന്നു, അതല്ല പ്രതിപക്ഷ നേതാവ് പ്രവർത്തിച്ചത് ജനങ്ങൾക്ക് വേണ്ടി തന്നെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത്. ഇത് പെരുന്നയിൽ പോയാൽ ഒരു റിസൾട്ട് വരും അല്ലേ, മലപ്പുറത്ത് പോയാൽ വേറെ റിസൾട്ട് വരും വേറെ അർത്ഥത്തിൽ അല്ലേ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലതരത്തിലാണ് അതിന് മാനങ്ങളുള്ളത്, അതിന് പല മാനങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്താൻ പോകുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി അടുത്ത മുഖ്യമന്ത്രി ആരാവണം എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് കേട്ടോ. അല്ല, ഇനി ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രി ആരായിരിക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൽ എത്ര മന്ത്രിമാർക്ക് വോട്ട് ചെയ്യാം? എല്ലാ മന്ത്രിമാരുടെ ഓപ്ഷൻ ഉണ്ട്. എല്ലാ മന്ത്രി നിലവിലുള്ള എല്ലാം ഒറ്റയാൾക്ക് വോട്ട് ചെയ്യാം. ഒരാൾക്ക് ഒരു മന്ത്രിയെ തെരഞ്ഞെടുക്കാം, ഒരാൾക്ക് ഒറ്റ മന്ത്രി. അത് നിങ്ങളുടെ ഫേവറേറ്റ് മിനിസ്റ്റർ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ പറ്റില്ല. ഫേവറേറ്റ് മിനിസ്റ്റർ ആരാണ് എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളായിരിക്കും ഈ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രിയാവുക. ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടുന്ന ആളാണ് ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ വോട്ടിംഗ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അത്ര മികച്ചതല്ലാത്ത മന്ത്രിയാവുക. അത് ഒരിക്കലും അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള വിലയിരുത്തലായിട്ടൊന്നും നമ്മൾ വ്യാഖ്യാനിക്കുന്നില്ല. അത് ഏതെങ്കിലും ഒരു മന്ത്രിയെ മോശമാക്കാനോ മന്ത്രിയെ മികച്ചതാക്കാനോ ഉള്ളതല്ല. ഇത് ജനങ്ങളുടെ അഭിപ്രായം മാത്രമാണ്. സിംപ്ലി യുവർ റെസ്പോൺസ്. കെ രാജൻ മിനിസ്റ്റർ മുതൽ ഇങ്ങ് എല്ലാവരുടെയും പേരുകൾ പ്രേക്ഷകർക്ക് കാണാം. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐക്കണിൽ പോയിട്ട് നിങ്ങൾ ടച്ച് ചെയ്താൽ മതി. ഒരാൾക്ക് ഒറ്റ മന്ത്രിക്ക് മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ശരിക്കും അതിനകത്തൊരു ട്രെൻഡ് അറിയാൻ പറ്റുമല്ലേ, ഈ മന്ത്രിസഭയിൽ സ്റ്റാർ മിനിസ്റ്റർ ആരാണ് എന്നുള്ളത്. ചിലപ്പോൾ അപ്രതീക്ഷിതമായ റിസൾട്ടൊക്കെ വന്നേക്കാം. സോഷ്യൽ മീഡിയയിൽ വലിയ പരാമർശങ്ങളുള്ള വലിയ സെലിബ്രിറ്റികളായ മന്ത്രിമാരുണ്ട്. അവരെ തന്നെയാണോ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് നമുക്ക് അറിയാൻ കൂടി കഴിയും. പല വിഷയങ്ങളിലും അല്ലേ, മണ്ഡലത്തിൽ മാത്രം സജീവമായിക്കൊണ്ട് മറ്റു ചർച്ചകളിലേക്ക് വരാത്ത ചില മന്ത്രിമാരുണ്ട്. അതെ, പലതരത്തിലും ഇപ്പൊ കടന്നപ്പള്ളി രാമേന്ദ്രൻ മുതൽ അല്ലേ ശിവൻകുട്ടി മിനിസ്റ്റർ വരെയുള്ളവർ പല പല ആംഗിളുകളിൽ നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റുന്നവരാണ്. ഈ കനകോലുവിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 38-35 വോട്ടിംഗ് ശതമാനം UDF LDF ശതമാനത്തിന്റെ വ്യത്യാസമുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു ട്രെൻഡ് മാറി എന്ന് കനകോലുവിന്റെ റിപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പം ഈ സർവേ ആ അർത്ഥത്തിൽ വളരെ പ്രധാന. കനകോലുവിനെ വിശ്വസിക്കാത്തവർ പോലും ഇപ്പോൾ കനകോലുവിനെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കനകോലുവിനെ വിശ്വാസത്തിലെടുത്തത് നമ്മളല്ലല്ലോ, പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിന്റെ സർവേ വന്നപ്പോൾ കനകോലു വരെ ഞെട്ടിപ്പോയി. അതെ അതെ. പക്ഷെ ആ സർവേ വളരെ കൗതുകരമായിരുന്നുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു മാധ്യമത്തെ അധിക്ഷേപിക്കാൻ പറയുന്നതല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ചോദ്യം ചോദിച്ചാൽ ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രശ്നം, നിങ്ങൾ മുഖ്യമന്ത്രിയെ എങ്ങനെ വിലയിരുത്തുന്നു, നല്ലത് മോശം ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയെ എതിർക്കുന്ന രണ്ട് പാർട്ടികളുണ്ട്, രണ്ട് മുന്നണികളുണ്ട്. ഒന്ന് NDA ഉണ്ട്, ഒന്ന് UDF ഉണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണല്ലോ ആ കണക്കാവുക. ഇപ്പോൾ 40% അനുകൂലിക്കുന്നത് പറഞ്ഞത് LDF ആണ്, 53% എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ അത് UDF മാത്രമല്ല, UDF പ്ലസ് BJP അല്ലേ. അപ്പോൾ UDF മൈനസ് BJP എന്നുള്ളത് 40 കൂടുക കുറയോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പം അത്തരം സാങ്കേതികത്വം ഒക്കെ അതിനകത്തുണ്ടാവും. പക്ഷേ ഈ ചോദ്യം ഇതാണ്, അടുത്ത മുഖ്യമന്ത്രി ആരാകണം. അല്ലാതെ ഈ ചോദ്യത്തിൽ ആ പ്രശ്നം തീരും. അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചോദ്യത്തിനകത്ത് ആ പ്രശ്നം. കാര്യം മാത്രമല്ല, ഓരോ പാർട്ടിക്കും 4 ചോയ്സ് ഉണ്ട്. നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ ഒരു സർവേ കണ്ടിരുന്നു. ആ സർവേയിൽ LDF-ൽ നിന്ന് 2 പേര്, BJP കോൺഗ്രസിൽ അല്ല LDF-ൽ നിന്ന് 3 പേര്, കോൺഗ്രസിൽ നിന്ന് 2 പേര്, BJP-ൽ നിന്ന് ഒരാൾ. അത് അശാസ്ത്രീയമാണ്. കാര്യം BJP-ലുള്ള മുഴുവൻ ആളുകൾ ഒരാൾക്കായിരിക്കും കൊടുക്കുക, അയാളുടെ ഒരു താല്പര്യമാകണമെന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്ന ചോദ്യത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ ഇവയാണ്. പിണറായി വിജയൻ. എന്തുകൊണ്ട് പിണറായി വിജയൻ ഇപ്പോഴത്തെ മന്ത്രി എന്ന നിലയിൽ? MV ഗോവിന്ദ മാഷ് സാധ്യത വളരെ കുറവാണ്, കാരണം മത്സരിക്കാൻ സാധ്യതയില്ല. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നിലവിൽ മത്സരിക്കാൻ സാധ്യതയില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KK ശൈലജ വളരെ പ്രധാനമായിട്ടും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ്. മറ്റൊന്ന് P രാജീവ്. ഈ 4 പേരുകളിൽ ആരാവണം CPM-ൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വന്നാൽ എന്നുള്ളതാണ്. മറ്റൊന്ന് VD സതീശൻ, പ്രതിപക്ഷ നേതാവ്. രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, അവിടെ കോൺഗ്രസിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്ന പേരുകൾ തന്നെയാണ്. ശശി തരൂരിന്റെ പേരും അവിടെ വരുന്നുണ്ട്. അതെ, ഈ 4 പേരുകൾ, അതായത് ഇപ്പോൾ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്ന 4 പേര് ഇത് വേണമെങ്കിൽ പറയാം. മാത്രമല്ല തരൂർ ഒരു ഘട്ടത്തിൽ ആഗ്രഹിച്ചിരുന്നു കേരളത്തിന്റെ ലീഡർ ആവാൻ എനിക്ക് പിന്തുണയുണ്ട് എന്ന് തന്നെ തരൂർ അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾ ഒരാളെ വിട്ടു. പേര് ഞാൻ പറയാം, K സുധാകരനല്ലേ.
ആണോ? അല്ല, പിന്നെ കെ സുധാകരൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു കാലത്തിൽ നിങ്ങൾ അടൂർ പ്രകാശനെ മറന്നുപോയോ? അടൂർ പ്രകാശ് നിലവിലുള്ള സാഹചര്യത്തിലാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊരു വിട്ടുപോയോ നമ്മൾ? ഒരിക്കലും വിടും. നമ്മൾ എന്തുകൊണ്ട് അടൂർ ഇപ്പോൾ നിലവിൽ സജീവമായി ഒരു പൊതു ചർച്ചയിൽ ഉയർന്നു വന്നില്ല എന്നുള്ള നിലയിലാണ്. അടൂർ പ്രകാശിന് മാത്രം മനസ്സിലുള്ള ആഗ്രഹം പുള്ളി അതെ. അല്ല, അത് ജിമ്മി പറഞ്ഞതിനകത്തൊരു പോയിന്റ് ഉണ്ട്. കാര്യം അടൂർ പ്രകാശിന്റെ നീക്കങ്ങൾ അതിനു വേണ്ടിയായിരുന്നു എന്ന മട്ടിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അങ്ങനെ കഥകളുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ അവരാണല്ലോ ഫ്രണ്ട് റണ്ണേഴ്സ്. ഇവര് തമ്മിൽ തർക്കമുണ്ടായാൽ കെ സി വേണുഗോപാൽ, അതാണല്ലോ മൂന്നാമത്തത്. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ജനങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു ഓപ്ഷൻ എന്ന നിലയിൽ വേണമെങ്കിൽ ശശി തരൂർ ഉണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ബിജെപിയിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് വരുന്ന പേരുകൾ കൂടി നമ്മൾ എൻ ഡിയിൽ നിന്ന് വന്ന പേരുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. എൻ ഡിയിൽ നിന്ന് മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ചോദ്യം അതിൽ കടന്ന ചോദ്യമാണ്. എങ്കിൽ പോലും ബിജെപിക്കാർക്ക് ആഗ്രഹിക്കാമല്ലോ. ആഗ്രഹിക്കാമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനുണ്ട്, കെ സുരേന്ദ്രനുണ്ട്, സുരേഷ് ഗോപിയുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്. ശോഭാ സുരേന്ദ്രനുമുണ്ട്. നിലവിൽ ഈ 4 പേരാണോ? ഇതിനും അപ്പുറം മറ്റാരെങ്കിലും പേരുകളുണ്ടോ എന്നുള്ളതാണ്. ഇതിനകത്ത് ശരിക്കും കുമ്മനം രാജശേഖരന്റെ പേരൊക്കെ വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതായിരുന്നു എന്ന് ചില ആളുകൾ വേണമെങ്കിൽ പറഞ്ഞേക്കാം, അല്ലേ? പോപ്പുലറാണ് BJP നേതാക്കളിൽ സംബന്ധിച്ചിടത്തോളം. അതിൽ PS ശ്രീധരൻപിള്ള നേതാക്കൾ ഒരുപാട് പേരുണ്ട്. പക്ഷേ നിലവിൽ നമ്മൾ ഈ 4 പേരുടെ പേരുകളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചോദ്യത്തിന്റെ ഓപ്ഷനുകളായി നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയുണ്ടൊരു ചോദ്യം. അതിനു മുമ്പ് നമുക്കൊരു കുഞ്ഞിടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള മഹായുദ്ധം റിപ്പോർട്ടർ ഇലക്ഷൻ സർവേ 2026. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരള മഹായുദ്ധം റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേ 2026. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഇലക്ഷൻ സർവേയിൽ ഈ നിമിഷവും 1.25 ലക്ഷത്തോളം ആളുകൾ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനകം 10,000 ആളുകൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കട്ടെ. അപ്പോൾ 34,000 ആളുകൾ നമ്മൾ ഇത് ലോഞ്ച് ചെയ്ത് അരമണിക്കൂറിനുള്ളിൽ വോട്ട് ചെയ്യാനെത്തി എന്ന സന്തോഷ വിവരം പ്രേക്ഷകരെ അറിയിക്കുന്നു. താരതമ്യേന മികച്ച പോളിംഗ് അല്ലേ ജിമ്മി? അതിഗംഭീര പോളിംഗ് ആണ്. 24,000 പേർ 10,000 പേര് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അരമണിക്കൂറിൽ ഏറ്റവും മികച്ച പോളിംഗ് ആണ്. അതെ, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു ബൂത്ത് ഒരു നിയോജക മണ്ഡലത്തിൽ ഇത്ര ഉണ്ടായി അത്രയും ഉണ്ടാവും. 10,000 ഉണ്ടാവാൻ സാധ്യതയില്ല. ആദ്യത്തെ സമയത്ത് എന്തായാലും 10,000 ഉണ്ടാവില്ലല്ലോ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്രമേൽ പൊളിറ്റിക്കലി ആക്റ്റീവാണ് നമ്മുടെ സുഹൃത്തുക്കൾ, പ്രേക്ഷകർ, അല്ലേ? പൊളിറ്റിക്കലി അത്രത്തോളം, അതായത് വോട്ട് ചെയ്യാൻ മുട്ടിയിരിക്കുകയാണ്. ആരായിരിക്കണം കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജിജ്ഞാസ ഉണ്ടാവുമല്ലോ. കേരളം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്നതിന്റെ ഒരു പടി മുമ്പ് തന്നെ റിപ്പോർട്ടർ TV ഒരു അവസരം ഒരുക്കി അതിലേക്ക് ജനങ്ങൾ എടുത്തു ചാടി എന്നുള്ളതാണ് നമ്മളിപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾക്കും പ്രേക്ഷകർക്ക് നന്ദിയുണ്ട്. നമ്മൾ ലോഞ്ച് ചെയ്ത് അരമണിക്കൂറിനുള്ളിൽ തന്നെ 35,000-ഓളം ആളുകൾ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് എത്തി. അവരിൽ എല്ലാവരും നിലവിൽ വോട്ട് ചെയ്തിട്ടില്ല. അവരിൽ വോട്ടിംഗ് പൂർത്തീകരിച്ചത്. ഇത്രയും ചോദ്യങ്ങളുണ്ട്. ചില ആളുകൾ ഇതിന്റെ ഡാറ്റ നോക്കുന്നുണ്ടാവും, ചില ആളുകൾ ഇതിന്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന റഫറൻസ് പരിശോധിക്കുന്നുണ്ടാവും, പല MLA-മാരുടെ വെബ്സൈറ്റുകളിലേക്ക് പോകുന്നുണ്ടാവും, പല മണ്ഡലങ്ങളിലേക്ക് പോകുന്നുണ്ടാവും. ഇവരെല്ലാവരും ഇപ്പോൾ നിലവിൽ നമ്മളുടെ വെബ്സൈറ്റിൽ 24,000-ലധികം ആളുകൾ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട്, വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. 10,000 ആളുകൾ വോട്ടിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതായത് എല്ലാ ചോദ്യങ്ങൾക്കും MLAക്ക് റേറ്റിംഗ് തുടങ്ങി അവസാനത്തെ ചോദ്യം ഇതാണ്: ഏത് മുന്നണി അധികാരത്തിൽ വരണം എന്ന ചോദ്യമടക്കം പൂർത്തീകരിച്ചത് 10,000-ഓളം ആളുകൾ. ഏത് മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ ആവേശമായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ രോഷമായിരിക്കാം. ഇതൊക്കെ തന്നെയും ഇതിൽ പ്രകടമാകുന്നു എന്നുള്ളതാണ്. ഏതായാലും നമ്മളിപ്പോൾ ഈ പരിപാടി നടത്തുന്ന ഘട്ടത്തിൽ വോട്ട് ചെയ്തവരുടെ എണ്ണമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇനി ഇതൊരു വളരെ വലിയ കണക്കാണ്. പക്ഷെ ആ കണക്ക് കുറയാൻ പാടില്ല. നാളെയും മറ്റന്നാളും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യാത്തവർ വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തിരിക്കുന്ന ആവേശം മാത്രമായി മാറരുത് എന്നൊരു അപേക്ഷയുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് ഒക്കെ വോട്ടിംഗ് വേണ്ടിയിട്ട് അത് നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് പറയുക. ഈ QR കോഡ് സ്കാൻ ചെയ്യുക. നിശ്ചിത ഇടവേളകളിൽ ഈ നിമിഷം മുതൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഈ QR കോഡ് നമ്മൾ ഓൺ സ്ക്രീനിൽ കാണിക്കും. ഒപ്പം തന്നെ എപ്പോൾ വേണമെങ്കിലും റിപ്പോർട്ടിന്റെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യാം. ഇപ്പോഴും പ്രേക്ഷകർക്ക് നമ്മളുടെ പല സമയങ്ങളിലും ഈ ഇലക്ഷൻ നടക്കില്ല, ഈ വോട്ടിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഈ സാമ്പിൾ സൈസിന്റെ ഭാഗമാകാറില്ലല്ലോ. എവിടുന്നെങ്കിലും ഒരു 100-200 പേരെ കണ്ടെത്തി അതൊരു സാമ്പിൾ സൈസ് ആക്കി കണക്കാക്കുക എന്നുള്ളത്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ പറയുക, നമ്മൾ കേരളത്തിലുള്ള ഓരോരുത്തരും ഈ സാമ്പിൾ സൈസിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ്. എത്ര വലിയ സാമ്പിൾ ആകുന്നോ അത്രയും ക്ലാരിറ്റിയോടുകൂടി റിസൾട്ട് വരും. അത്രയും വലിപ്പം. പല സർവേ റിപ്പോർട്ടുകളും കാണുന്ന സമയത്ത് ഇതൊന്നും എന്നോട് ആരും ചോദിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. എന്റെ മുന്നിൽ ഒരു സർവേ ഏജൻസി വന്നില്ലല്ലോ, അവർക്ക് കൂടിയുള്ള അവസരമാണ് അവരുടെ അഭിപ്രായം. നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലാണ് ഈ സർവേ എത്തുന്നത്.
അതിൽ ഒരു ഏജൻസിയും ഇല്ല, ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഇല്ല, ഒരു സൂപ്പർവൈസർ ഇല്ല, ഒരു സാമ്പിൾ ഫ്രെയിം ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഓപ്പൺ എൻഡഡ് ആയ, ഇതൊരു റാൻഡം സാമ്പിളിംഗ് ടെക്നിക്ക് മാത്രമുള്ള ഒരു ഡിജിറ്റൽ സർവേ ആണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ അതിൽ പൂർണ്ണമായിട്ടും പങ്കെടുക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾ, ചുരുങ്ങിയ പക്ഷം നമ്മൾ വോട്ടിംഗ് കേരളത്തിലെ വോട്ട് ചെയ്യുന്ന പൗരന്മാരുടെ പകുതിയെങ്കിലും കിട്ടിയാൽ തന്നെ നമ്മളെ സംബന്ധിച്ചൊരു ഹ്യൂജ് നമ്പർ ആയിരിക്കും അല്ലേ. 50 lakhs എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കണക്കല്ലോ. 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ, 50 ലക്ഷം വോട്ടർമാർ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ ട്രെൻഡ് ഒരു പക്ഷേ അങ്ങോട്ടായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വളരെ ആധികാരികമായി തന്നെയായിരിക്കും. അതെ, എല്ലാ മണ്ഡലങ്ങളിലേക്കും ഏജൻസി അല്ലല്ലോ. ഇപ്പോൾ ഒരു ഏജൻസി കുറെ ആളുകളെ കണ്ട് അവർ പറയുന്നത് കേട്ട് ഒരു റിസൾട്ട് പറയലാണ്. അതെ, ഇത് ജനങ്ങൾ തന്നെ ഒരു റിസൾട്ട് കണ്ടെത്തുന്നതാണ്. അതെ, ഇതിനകത്ത് അവസാനത്തെ ചോദ്യത്തിൽ നമുക്കറിയാം ഏത് മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ള ചോദ്യത്തിന് ഒരു ആന്റി ഇൻകുംബൻസി ഉണ്ടോ, ഭരണവിരുദ്ധ വികാരമുണ്ടോ, വോട്ടർമാർ തന്നെ അത് തെരഞ്ഞെടുക്കുക. അല്ല, ഇതിനകത്ത് ഏത് മുന്നണി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞാൽ കൃത്യമാണ്. LDF ആണോ, UDF ആണോ, അതോ ND ആണോ എന്ന് വെച്ചാൽ ഈ സർക്കാർ കൊള്ളാമോ കൊള്ളില്ലയോ എന്നുള്ള പോലെ അല്ല, കൃത്യമാണ്. 40% മാർക്ക്, ബാക്കി ശതമാനം എത്ര എന്നുള്ളത് കൃത്യമായി വരും. ആര് ജയിക്കും അടുത്ത ഇലക്ഷൻ എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ സർവേ ഫലം അതായിരിക്കും. 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏത് മുന്നണി അധികാരം. അതായത് ഇപ്പൊ സച്ചിദാനന്ദ മാഷിന്റെ കൈ കൊടുത്ത ഒരു ഉത്തരം കിട്ടുമായിരിക്കും, ബെന്യാമിന്റെ കൈ കൊടുത്ത വേറൊരു ഉത്തരം കിട്ടുമായിരിക്കും. കൃത്യമായിട്ട് രണ്ട് രീതിയിലുള്ള ഉത്തരവും ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. സച്ചിദാനന്ദ മാഷിന്റെ പറയുന്നത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ വിവാദമാക്കുന്നത് എന്ന മട്ടിലാണ് മാഷം പ്രതികരിക്കുന്നത്. എന്നാലും അതെല്ലാം കേരളത്തിൽ. ഇതിനകത്ത് വേറൊരു പ്രത്യേകത ഞാൻ കണ്ടത്, 4 മുഖ്യമന്ത്രിമാരെ ഓരോ പാർട്ടിയുടെയും വെച്ചിട്ട്, ഓരോ മുന്നണിയുടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 മുഖ്യമന്ത്രിമാരുടെ പെർസെൻറ്റേജ് കൂട്ടിയാൽ മൊത്തം ആ മുന്നണിക്ക് എത്ര കിട്ടിയെന്ന് മുഖ്യമന്ത്രിയുടെ ലെവലിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആ മുന്നണിക്ക് എത്ര കിട്ടും, ആ മുന്നണിയും മറ്റേ അവസാനത്തെ ടോട്ടലെ വോട്ട് അത്രയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റും. ഓരോ മുന്നണിക്കും പറ്റും എന്നുള്ളത്. അതിൽ വ്യത്യാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ മുന്നണിക്കും കൃത്യമായി 4 പേരെ വെച്ചിരിക്കുന്നത്. കാര്യം ഒരിടത്ത് 2, ഒരിടത്ത് 4 ആവാൻ പറ്റില്ല എന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം, ഒരാൾക്ക് ഒരു വോട്ടേ ചെയ്യാം. ഇത്രയും പേരുടെ പേരുകളുണ്ട്. 12 പേരുകൾ അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്ന ഓപ്ഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരൊറ്റ പേര് മാത്രമേ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് മുന്നണി അധികാരത്തിൽ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഈ 6ാമത്തെ ചോദ്യവും നിങ്ങൾക്ക് ഉത്തരം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ സബ്മിറ്റ് ബട്ടൺ വർക്ക് ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ഉത്തരങ്ങൾ സമർപ്പിക്കാൻ കഴിയുക. 6 ചോദ്യവും, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചോദ്യം സ്കിപ്പ് ചെയ്ത് പോകാൻ കഴിയില്ല എന്നർത്ഥം. അത്ഭുതകരമായ വളർച്ചയാണ്. 56,182 പേർ നമ്മുടെ വെബ്സൈറ്റിൽ പ്രേക്ഷകരെ, 56 ലക്ഷത്തിലധികം ആളുകൾ വെബ്സൈറ്റിൽ നമ്മളുടെ ഈ വോട്ടിംഗിൽ പ്രോസസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ്. ചെറിയ കണക്കല്ല. എത്രമാത്രം റിപ്പോർട്ടിലൂടെ നിങ്ങൾ ആ കണക്കുകൾ പ്രേക്ഷകരിലേക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ആദ്യത്തെ 1 മണിക്കൂറായില്ല അല്ലേ, 45 മിനിറ്റ് നമ്മളിത് ലോഞ്ച് ചെയ്ത് 45 മിനിറ്റ് ആകുമ്പോഴേക്കും 6 ലക്ഷത്തോളം ആളുകൾ ഈ വോട്ടിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതിനകത്തൊരു കാൽക്കുലേഷൻ, എക്സ്പെക്റ്റഡ് കാൽക്കുലേഷനകത്ത് നമുക്കുണ്ടായിരുന്നത് ഏതാണ്ട് ഒരു 50 ലക്ഷം ആളുകൾ വോട്ട് ചെയ്യും എന്നുള്ളതായിരുന്നു. പക്ഷെ ആദ്യത്തെ 1 മണിക്കൂർ പിന്നിടുമ്പോൾ 50,000 പേര് നമ്മുടെ വെബ്സൈറ്റിൽ എത്തിയെങ്കിൽ ഇത് 50 ലക്ഷമല്ല, ഏതാണ്ട് 3.5 കോടി ജനങ്ങളിൽ ഒരു ബഹുഭൂരിപക്ഷം ആളുകളിലേക്കും ഈ വോട്ടിംഗ് എത്തുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അതും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് വോട്ടിങ്ങിൽ പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ OTP വരും. ആ OTP നിങ്ങൾക്ക് ഭദ്രമാണ്, സുരക്ഷിതമാണ് OTP എന്നുള്ളത് പ്രേക്ഷകർ എപ്പോഴും മനസ്സിലാക്കുക. 6 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയാൽ മാത്രമേ ഇതിൻ്റെ പ്രോസസ്സ് പൂർത്തിയാവുകയുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടിംഗ് രേഖപ്പെടുത്താൻ കഴിയും. അതായത് MLA മാർക്ക് മാത്രം മാർക്കിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. MLA മാർക്ക് മാർക്കിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി പൂരിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്റെ ഒരു സംശയം, ഈ QR കോഡ് സ്കാൻ ചെയ്താൽ എത്ര സമയം വേണ്ടി വരും? ഏതാണ്ട് ശരാശരി ഒരു കുറച്ചുകൂടെ ടെക്സാവിയായ ആളുകളൊക്കെ ആണെങ്കിൽ 3 മിനിറ്റ് 4 മിനിറ്റോടൊക്കെ തീർക്കാൻ പറ്റും. പക്ഷേ നമ്മൾ കേരളത്തിലെ എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്നു. ആ നിലയ്ക്ക് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഏതാണ്ട് 7-7.5 മിനിറ്റ് കൊണ്ട് അവർക്ക് പോൾ ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയും. അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് റിപ്പോർട്ടർ TVക്കൊപ്പം 7 മിനിറ്റ് ചെലവഴിക്കാൻ നിങ്ങളുടെ കയ്യിൽ സമയമുണ്ട് എങ്കിൽ നിങ്ങളുടെ മണ്ഡലത്തിലെ MLA നിങ്ങൾക്ക് റേറ്റ് ചെയ്യാം. ഒപ്പം നിങ്ങൾക്ക് റിപ്പോർട്ടർ TVയിലൂടെ പുറത്തു വരുന്ന ഇലക്ഷൻ്റെ ഓൺലൈൻ സർവേ റിസൾട്ടിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് രേഖപ്പെടുത്താം. 7.5 മിനിറ്റ് സമയം, അതായത് ശരാശരി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആവറേജ് ആയിരിക്കുന്ന ഒരാൾക്ക്, ഒരു ടെക്കി ആയിരിക്കുന്ന ആൾക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കും ഒക്കെ കുറച്ചുകൂടി വേഗത്തിൽ നിങ്ങൾക്ക് പരമാവധി പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ പോലും അവർക്കൊരു 10 വയസ്സോട് പ്രായമുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്.
ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ആക്ടിവിറ്റിയിലൂടെയാണല്ലോ. Yes. അപ്പോൾ അത് തീർച്ചയായിട്ടും വരിക. പിന്നെ പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും താല്പര്യങ്ങളുടെ പുറത്താണോ? അതല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ട്രാൻസ്പെറൻസി നമ്മൾ ഉറപ്പാക്കുന്നത്. ഈ നിമിഷവും 1,00,000-ഓളം ആളുകൾ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, നമ്മളുടെ ഇലക്ഷൻ പ്രോസസ്സിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. നിങ്ങൾക്ക് അപ്പോൾ തന്നെ വോട്ട് ചെയ്യുന്ന മാത്രയിൽ തന്നെ നിങ്ങളുടെ സബ്മിറ്റ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങളുടെ MLAക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള വിവരം നിങ്ങൾക്കറിയാം അല്ലേ? ഇപ്പോൾ ഓരോ MLA-മാർക്കും എത്ര റേറ്റ് കിട്ടി എന്നുള്ളത് ജനങ്ങൾക്ക് നമ്മുടെ റിസൾട്ട് അറിയാൻ പറ്റും. എല്ലാ MLA-യുടെ 40 MLA-മാരുടെ റിസൾട്ട് അറിയാൻ പറ്റും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരിക്കൽ കൂടി പറയുന്നു, ദയവ് ചെയ്ത് ഈ ഇലക്ഷൻ ഈ സർവേ പ്രോസസ്സ് പുരോഗമിക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു MLA-യുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് കൂടുതലാണെന്നോ കുറവാണോ എന്ന തരത്തിലുള്ള പ്രചരണം നിങ്ങൾ നടത്തരുത്. കാരണം ഈ സർവേ ഈ പ്രോസസ്സ് പൂർത്തിയായിട്ടില്ല. ഈ സർവേ പ്രോസസ്സ് പൂർത്തിയാകുമ്പോൾ നമ്മൾ തന്നെ ഇതേപോലെ പ്രേക്ഷകരുടെ മുന്നിൽ വരും. ആദ്യഘട്ടത്തിൽ 2 ഘട്ടങ്ങളായിട്ടായിരിക്കും വരിക. ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഒരു ഇടവേളയിൽ മധ്യം എത്തുന്ന സമയത്ത് നമ്മൾ വരും. അതിനുശേഷം ഇത് പൂർത്തിയായതിനു ശേഷവും വരും. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഒരു വലിയ ഡിജിറ്റൽ ടീമാണ് റിപ്പോർട്ടർ TVയുടെ. അതിന്റെ ഒരു ബാക്കെൻഡ് ടീം എന്ന് പറയുന്നത് ഗംഭീര ടീമാണ്. ആ ടീമെല്ലാം ഒരേ ശക്തിയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ മണ്ഡലത്തിലെ ഡീറ്റെയിൽസ് മുഴുവൻ എടുത്തൊക്കെ അതിൽ നമ്മൾ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാത്രിയും പകലും നമ്മുടെ ഒരു വലിയ ടീം, നമ്മുടെ ന്യൂസ് എഡിറ്റർമാരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീം ദിവസങ്ങളോളം ഇരുന്ന് രാത്രിയും പകലും ഇരുന്നാണ് ഈ മുഴുവൻ മണ്ഡലങ്ങളുടെയും ഇത്രയും വലിയ ഡാറ്റാബേസ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് വളരെ വലിയ മാത്രമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതോടുകൂടി റിപ്പോർട്ടറിന്റെ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങും പരിപാടികളും നമ്മൾ തുടക്കം കുറിക്കുകയാണ്. നമ്മൾ ആദ്യം ഈ വലിയ ഇലക്ഷൻ സർവേയിൽ തുടങ്ങുന്നു. അതിനുശേഷം വ്യത്യസ്തങ്ങളായ പരിപാടികളുമായി പ്രേക്ഷകർക്കൊപ്പം നമ്മൾ എത്തും. നിങ്ങളുടെ പൊളിറ്റിക്കൽ സ്പന്ദനങ്ങൾ, രാഷ്ട്രീയ സ്പന്ദനങ്ങൾ ഓരോ മണ്ഡലത്തിലെയും ബൂത്തുകളിൽ നിന്ന് റിപ്പോർട്ടർ ശേഖരിക്കും. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ആഴത്തിലുള്ള വിശകലനങ്ങൾക്കായി, കണ്ടന്റിനായി പ്രേക്ഷകർ കാത്തിരിക്കുക. അടിയൊഴുക്കുകൾ സമസ്ത മേഖലയിലും നമുക്കൊപ്പം നമ്മുടെ റിപ്പോർട്ടർമാരും വരുന്ന ദിവസങ്ങളിൽ ചേരും. അവരും ആ കണക്കുകളും അവരുടെ വിശകലനങ്ങളും അടിയൊഴുക്കുകളുമായിട്ട് വരും. റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് എല്ലാ വാർത്തയും ആദ്യം എത്തിക്കാൻ ശ്രമിക്കുന്നത് പോലെ അടിയൊഴുക്കുകളും ആദ്യം പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ TV എത്തിക്കും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഇലക്ഷൻ നമുക്ക് ഒരു ആഘോഷമാക്കി മാറ്റാം. റിപ്പോർട്ടർ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനലാണല്ലോ. യെസ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒപ്പം ചേരുക, ഇലക്ഷൻ പ്രോസസ്സിൽ, ഈ സർവേ പ്രോസസ്സിൽ പങ്കാളികളാവുക. നമുക്ക് കൃത്യമായ ഏറെക്കുറെ ആക്യുറേറ്റ് ആയ ഒരു ഉത്തരം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ, ഇത് നിങ്ങളുടെ സർവേയാണ്, ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഏജൻസിയുടെ സർവേ അല്ല. ദിസ് സർവേ ഈസ് കണ്ടക്റ്റഡ് ബൈ ദ പീപ്പിൾ. നിങ്ങളാണ് ഈ സർവേ നയിക്കുന്നത്, നിങ്ങളാണ് ഈ സർവേയിൽ വോട്ടിംഗ് രേഖപ്പെടുത്തുന്നത്. നമുക്കിടയിൽ മറ്റൊരു ഇടനിലക്കാരനില്ല, ഒരു ഏജൻസിയില്ല, ഒരു PR വർക്കും ഒരു PR ഏജൻസിയും നമുക്കൊപ്പമില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയമായി പ്രതികരിക്കാം, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള വോട്ട് കൊടുക്കാം, ഇഷ്ടമില്ലാത്തവരെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. ജനങ്ങൾക്ക് for the people, of the people, by the people. But we don't buy the people, but of the people, for the people. Thank you. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരള മഹായുദ്ധം റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേ 2026 പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു.